നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ഫോർ തിയറി ഓഫ് എവറിത്തിങ് അല്ല ആ അതിന്റെ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷനും സമ്മറിയും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ ഫോർ തിയറി ഓഫ് സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അദ്ദേഹത്തിന്റെ ഫിസിക്കൽ ഡിസബിലിറ്റീസിനെയൊക്കെ തരണം ചെയ്ത് അദ്ദേഹത്തിന്റെ മെന്റൽ വിൽ പവർ കൊണ്ട് വേൾഡ് ഫേമസ് ആയി തീർന്നിട്ടുള്ള ഒരു സയന്റിസ്റ്റ് ആണ് സ്റ്റീഫൻ ഹോക്കിംഗ്. അദ്ദേഹത്തെ പറ്റിയിട്ട് ഫേമസ് സയൻസ് റൈറ്ററും സയൻസ് ഫിക്ഷൻ റൈറ്ററും ഒക്കെ ആയിട്ടുള്ള കിറ്റി ഗെയിൽ ഫെർഗൂസൺ എഴുതിയ ആയിരുന്നു നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഇനി നമുക്ക് അതിന്റെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യനും ആൻസറും ഒക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പം നമുക്ക് ഫസ്റ്റ് കിറ്റി ഗെയിൽ ഫെർഗൂസിനെ പറ്റി പറയാം. അന്ന് നമ്മൾ ടെക്സ്റ്റിന് താഴെ കൊടുത്തിരിക്കുന്ന കുറഞ്ഞ ഡീറ്റെയിൽസ് മാത്രമാണ് കിറ്റി ഗെയിൽ ഫെർഗൂസിനെ പറ്റിയിട്ട് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ക്ലാസ്സിൽ നമുക്ക് അവരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കിറ്റി ഗെയിൽ ഫെർഗൂസനും അതുപോലെ തന്നെ സ്റ്റീഫൻ ഹോക്കിങ്ങിനും ഡീറ്റെയിൽ ആയിട്ട് കിറ്റി ഗെയിൽ ഫെർഗൂസനെയും അതുപോലെ തന്നെ സ്റ്റീഫൻ ഹോക്കിങ്ങിനെയും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ കിറ്റി ഗെയിൽ ഫെർഗൂസൺ, അപ്പൊ ഇതാണ് അവരുടെ ഇമേജ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അവരെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യാം. കിറ്റി ഗെയിൽ ഫെർഗൂസൺ ഈസ് ആൻ അമേരിക്കൻ സയൻസ് റൈറ്റർ ആൻഡ് ഫോർമർ പ്രൊഫഷണൽ മ്യൂസിഷ്യൻ. കിറ്റി ഗെയിൽ ഫെർഗൂസൺ എന്ന് പറയുന്നത് ഒരു അമേരിക്കൻ സയൻസ് റൈറ്ററും ലെക്ചററും അതുപോലെ തന്നെ ഫോർമർ പ്രൊഫഷണൽ മ്യൂസിഷ്യനും ആയിരുന്നു. അപ്പൊ കിറ്റി ഗെയിൽ ഫെർഗൂസൺ എന്നുള്ളത് അമേരിക്കൻ സയൻസ് റൈറ്ററും ലെക്ചററും അതുപോലെ തന്നെ ഒരു മ്യൂസിഷ്യനും ആയിരുന്നു, ഫോർമർ പ്രൊഫഷണൽ മ്യൂസിഷ്യൻ ആയിരുന്നു. ഷീ ഹാസ് റിട്ടൺ സെവറൽ സയൻസ് ബുക്സ്. അവര് ഒരുപാട് സയൻസ് ബുക്സ് എഴുതിയിട്ടുണ്ട്. Her best known books include biographical works about Stephen Hawking, Tycho Brahe and Johannes Kepler, and the ancient mathematician and philosopher Pythagoras. അവരുടെ ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വർക്ക് എന്ന് പറയുന്നത് ബയോഗ്രഫിക്കൽ വർക്കാണ്. അവരുടെ ഫേമസ് വർക്കിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് ബയോഗ്രഫിക്കൽ വർക്ക്സ് ആണ് അബൌട്ട് സ്റ്റീഫൻ ഹോക്കിംഗ്. അവർ ആരൊക്കെ പറ്റിയിട്ടാ ബയോഗ്രഫിക്കൽ വർക്ക്സ് എഴുതിയിട്ടുള്ളത്? സ്റ്റീഫൻ ഹോക്കിങ്ങിനെ പറ്റിയിട്ട് എഴുതിയിട്ടുണ്ട്, അതുപോലെ ടൈക്കോ ബ്രാഹെ പറ്റിയിട്ട് എഴുതിയിട്ടുണ്ട്, ജോഹന്നാസ് കെപ്ലർ, അതുപോലെ തന്നെ ആൻഷ്യൻ മാത്തമാറ്റീഷ്യൻ ആയിട്ടുള്ള പൈതഗോറസ്. അപ്പോൾ പൈതഗോറസ് ഇവരെ പറ്റിയിട്ടൊക്കെ ഇവര് ബയോഗ്രഫിക്കൽ വർക്ക്സ് എഴുതിയിട്ടുണ്ട്. സ്റ്റീഫൻ ഹോക്കിംഗ്, ടൈക്കോ ബ്രാഹെ, ജോഹന്നാസ് കെപ്ലർ, അതുപോലെ തന്നെ ആൻഷ്യൻ മാത്തമാറ്റീഷ്യനും ഫിലോസഫറുമായിട്ടുള്ള പൈതഗോറസിനെ പറ്റിയിട്ടും ഇവര് എഴുതിയിട്ടുണ്ട്. ഹെർ ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് ആർ സ്റ്റീഫൻ ഹോക്കിംഗ് എ ലൈഫ് വെൽ ലിവ്ഡ്. അപ്പൊ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കിറ്റി ഗെയിൽ ഫെർഗൂസൺ എഴുതിയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് വർക്ക്സിനെ പറ്റിയിട്ടാണ്. അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് സ്റ്റീഫൻ ഹോക്കിംഗ് എ ലൈഫ് വെൽ ലിവ്ഡ്. അതാണ് അവരുടെ ഫസ്റ്റ് വർക്ക്, സ്റ്റീഫൻ ഹോക്കിംഗ് എ ലൈഫ് വെൽ ലിവ്ഡ്. പിന്നെ അവരുടെ അടുത്ത വർക്ക് എന്ന് പറയുന്നത് ലോസ്റ്റ് സയൻസ് ടെയിൽസ് ഫ്രം ഫോർഗോട്ടൻ ജീനിയസ്. ലോസ്റ്റ് സയൻസ് ടെയിൽസ് ഫ്രം ഫോർഗോട്ടൻ ജീനിയസ്. ഇനി അടുത്ത വർക്ക് എന്ന് പറയുന്നത് പ്രിസൻസ് ഓഫ് ലൈറ്റ്. പ്രിസൻസ് ഓഫ് ലൈറ്റ്. ഇനി ഫോർത്ത് വർക്ക് സ്റ്റീഫൻ ഹോക്കിംഗ് ക്വസ്റ്റ് ഫോർ എ തിയറി ഓഫ് ദ യൂണിവേഴ്സ്. അപ്പൊ അവർ സ്റ്റീഫൻ ഹോക്കിങ്ങിനെ പറ്റിയിട്ട് ഏകദേശം 3 വർക്ക് എഴുതിയിട്ടുണ്ട്. ഒന്ന് നമ്മുടെ ക്വസ്റ്റ് ഫോർ എ തിയറി ഓഫ് എവറിത്തിങ്, പിന്നെ സ്റ്റീഫൻ ഹോക്കിംഗ് ക്വസ്റ്റ് ഫോർ എ തിയറി ഓഫ് ദി യൂണിവേഴ്സ്, പിന്നെ അടുത്തതായിട്ട് സ്റ്റീഫൻ ഹോക്കിംഗ് എ ലൈഫ് വെൽ ലിവ്ഡ്. ഇത്രയാണ് ഇവർ കിറ്റി ഗെയിൽ ഫെർഗൂസൺ സ്റ്റീഫൻ ഹോക്കിങ്ങിനെ പറ്റിയിട്ട് എഴുതിയ വർക്ക്. അതിനു പുറമെ അവർ ഒരുപാട് സയൻസ് വർക്ക്സും അതുപോലെ തന്നെ ഒരുപാട് പേരുടെ ബയോഗ്രഫീസ് ടൈക്കോ ബ്രാഹെ, ജോഹന്നാസ് കെപ്ലർ, പൈതഗോറസ്, സ്റ്റീഫൻ ഹോക്കിംഗ് ഇവരുടെയൊക്കെ ബയോഗ്രഫിക്കൽ വർക്ക്സും എഴുതിയിട്ടുണ്ട്. Ferguson currently lives in Bluffton, South Carolina and Cambridge, England. അപ്പോൾ ഫെർഗൂസൺ ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരു എഴുത്തുകാരിയാണ്. അവരിപ്പോൾ ജീവിക്കുന്നത് കാംബ്രിഡ്ജ്, ഇംഗ്ലണ്ടിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇതുവരെ
കിറ്റി ഗെയിൽ ഫെർഗൂസനെ പറ്റിയിട്ട് പറഞ്ഞത് അവരൊരു അമേരിക്കൻ സയൻസ് റൈറ്റർ ആണ്, ലെക്ചറർ ആണ്, ഫോർമർ പ്രൊഫഷണൽ മ്യൂസീഷ്യൻ ആണ്. അതുപോലെ അവർ ഒരുപാട് സയൻസ് ബുക്സ് എഴുതിയിട്ടുണ്ട്. അവരുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ബുക്സിൽ ബയോഗ്രഫിക്കൽ വർക്ക്സും ഉൾപ്പെട്ടിട്ടുണ്ട്. ജീവചരിത്രങ്ങൾ അവർ എഴുതിയിട്ടുണ്ട്. ആരൊക്കെ പറ്റിയിട്ട് അവർ ജീവചരിത്രം എഴുതിയിട്ടുള്ളത്? സ്റ്റീഫൻ ഹോക്കിംഗ്, ടൈക്കോ ബ്രാഹെ, ജോഹന്നാസ് കെപ്ലർ ആൻഡ് ആൻഷ്യന്റ് മാത്തമാറ്റീഷ്യൻ ആൻഡ് ഫിലോസഫർ പൈതഗോറസ്. പിന്നെ അവരുടെ 4-5 ഇമ്പോർട്ടൻറ്റ് വർക്ക്സിനെ പറ്റി നമ്മൾ പറഞ്ഞു. പിന്നെ ഇപ്പൊ കറന്റ്ലി നമ്മുടെ ഫെർഗൂസൺ ജീവിക്കുന്നത് കാംബ്രിഡ്ജ്, ഇംഗ്ലണ്ടിലെ കാംബ്രിഡ്ജിലെ സൗത്ത് കരോളിനയിലാണ് കറന്റ്ലി കിറ്റി ഗെയിൽ ഫെർഗൂസൺ ജീവിക്കുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മൾ കിറ്റി ഗെയിൽ ഫെർഗൂസനെ പറ്റി നോക്കാനുള്ളത്. നമുക്കടുത്തത് സ്റ്റീഫൻ ഹോക്കിങ്ങിനെ പറ്റിയിട്ട് നോക്കാം. ഇതാണ് സ്റ്റീഫൻ ഹോക്കിംഗ്. നമ്മൾ ഇത്രയും നേരം പഠിച്ച, അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ഫോർ എ തിയറി ഓഫ് എവറിത്തിങ്, അതിലെ ഹീറോ അല്ലെങ്കിൽ കിറ്റി ഗെയിൽ ഫെർഗൂസൺ, ഇദ്ദേഹത്തെ പറ്റിയിട്ടാണ് നമുക്ക് ആ ബയോഗ്രഫിക്കൽ വർക്ക് എഴുതിയത്, ക്വസ്റ്റ്യൻ ഫോർ എ തിയറി ഓഫ് എവറിത്തിങ്. അപ്പൊ നമുക്ക് സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ ചെറിയൊരു ബയോഗ്രഫിയും കൂടെ നോക്കാം. നമ്മൾ ആ ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ ബയോഗ്രഫി പറഞ്ഞതാണ്, എങ്കിലും നമുക്ക് ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സ്റ്റീഫൻ വില്യം ഹോക്കിംഗ് വാസ് ആൻ ഇംഗ്ലീഷ് തിയററ്റിക്കൽ physicist, cosmologist and author who was director of research at the Center for Theoretical Cosmology at the University of Cambridge. അപ്പൊ സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ മുഴുവൻ പേരെന്ന് പറയുന്നത് സ്റ്റീഫൻ വില്യം ഹോക്കിംഗ്. അദ്ദേഹം ഒരു ഇംഗ്ലീഷ് തിയററ്റിക്കൽ ഫിസിസിസ്റ്റ് ആണ്. അതുപോലെ തന്നെ കോസ്മോളജിസ്റ്റ് ആണ്, അതുപോലെ ഓതറാണ്. ഇംഗ്ലീഷ് തിയററ്റിക്കൽ ഫിസിസിസ്റ്റും കോസ്മോളജിസ്റ്റും ഓതറുമാണ്. ഹു വാസ് ദ ഡയറക്ടർ ഓഫ് ദ റിസർച്ച് സെന്റർ ഫോർ തിയററ്റിക്കൽ കോസ്മോളജി അറ്റ് ദ യൂണിവേഴ്സിറ്റി ഓഫ് കാംബ്രിഡ്ജ്. കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ഒരു റിസർച്ച് സെന്റർ ഉണ്ട് തിയററ്റിക്കൽ കോസ്മോളജിയുടെ. അതിന്റെ ഡയറക്ടറും നമ്മുടെ സ്റ്റീഫൻ ഹോക്കിംഗ് ആണ്. ബിറ്റ്വീൻ 1979 ആൻഡ് 2009 he was the ലൊക്കേഷൻ പ്രൊഫസർ ഓഫ് മാത്തമാറ്റിക്സ് അറ്റ് കാംബ്രിഡ്ജ്. അപ്പൊ നമ്മള് പാഠഭാഗത്ത് ഡിസ്കസ് ചെയ്തപ്പോഴും പറഞ്ഞതാണ്, ലൊക്കേഷൻ പ്രൊഫസർ ആയിട്ടുള്ള സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ ലെക്ചറാണ് നമ്മൾ കോക്രോഫ്റ്റ് ലെക്ചർ റൂമിൽ വെച്ചിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, അല്ലെങ്കിൽ ആ ഒരു ലെക്ചറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ പെർട്ടിക്കുലർ പാഠഭാഗം തുടങ്ങിയത്. അപ്പൊ ഇതിൽ പറയുന്നുണ്ട് 1979 മുതൽ 2009 വരെയുള്ള കാലഘട്ടത്തില് കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ലൊക്കേഷൻ പ്രൊഫസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ഫേമസ് ആയിട്ട്, അല്ലെങ്കിൽ അവിടെ കൊടുക്കുന്ന ഒരു പദവിയാണ്, അവർ ഫേമസ് ആക്കുന്നതിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു പദവിയാണ് ലൊക്കേഷൻ പ്രൊഫസർ എന്നുള്ളത്. സ്റ്റീഫൻ വില്യം ഹോക്കിംഗ് ജനിച്ചത് 1942 ജനുവരി 8-നാണ്. എവിടെ? ഓക്സ്ഫോർഡ്, ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡിൽ 1942 ജാനുവരി 8-നാണ് നമ്മുടെ സ്റ്റീഫൻ ഹോക്കിംഗ് ജനിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് അതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. നമ്മുടെ പാഠഭാഗത്തുനിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസും ആക്ടിവിറ്റീസും ഒക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണുന്നുണ്ടാവും. നമ്മുടെ പാഠഭാഗത്തിന്റെ പുറകിലായിട്ട് ഒരുപാട് ആക്ടിവിറ്റീസ്, അതിലെല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതും നമുക്ക് ഡിസ്കസ് ചെയ്യാം. എക്സാമിനൊക്കെ ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ നിങ്ങളൊന്നും സ്കിപ്പ് ചെയ്യരുത്. അപ്പൊ നമ്മൾ ഇതുവരെ നോക്കിയത് കിറ്റി ഗെയിൽ ഫെർഗൂസനെ പറ്റിയിട്ടും അതുപോലെ തന്നെ സ്റ്റീഫൻ ഹോക്കിങ്ങിനെ പറ്റിയിട്ടുമാണ്. സ്റ്റീഫൻ വില്യം ഹോക്കിംഗ് ഒരു ഇംഗ്ലീഷ് തിയററ്റിക്കൽ ഫിസിസിസ്റ്റും കോസ്മോളജിസ്റ്റും അതുപോലെ തന്നെ ഓതറും ആയിരുന്നു. പിന്നെ കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ഒരു റിസർച്ച് സെന്റർ ഉണ്ട്, കോസ്മോളജിക്ക് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു റിസർച്ച് സെന്റർ ഉണ്ട്. അതിന്റെ ഡയറക്ടറും സ്റ്റീഫൻ ഹോക്കിംഗ് ആയിരുന്നു. 1979 മുതൽ 2009 വരെ അദ്ദേഹമായിരുന്നു ലൊക്കേഷൻ പ്രൊഫസർ. കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ഫേമസ് ഒരു പദവിയാണ് ലൊക്കേഷൻ പ്രൊഫസർ ആയിട്ട് ഉണ്ടായിരുന്നത്. പിന്നെ സ്റ്റീഫൻ വില്യം ഹോക്കിംഗ് ജനിച്ചത് 1942 ജനുവരി 8-ന്
ഓക്സ്ഫോർഡ്, ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡിലാണ്. അപ്പൊ ഇത്രയാണ് നമുക്ക് സ്റ്റീഫൻ ഹോക്കിങ്ങിനെ പറ്റി ഒരു ചെറിയ സമ്മറി. അപ്പൊ നമ്മൾ നോക്കി അദ്ദേഹത്തിന്റെ പ്രൊഫൈല് ചെറിയൊരു പാർട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പാഠഭാഗത്തു നിന്നും പഠിച്ചതാണ്. ഇവിടെ ഞാൻ എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണ് സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ പ്രൊഫൈൽ ഒന്ന് ഇൻക്ലൂഡ് ചെയ്തത്. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു കിറ്റി ഗെയിൽ ഫെർഗൂസന്റെ പറഞ്ഞപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ളത് നമുക്ക് കിറ്റി ഗെയിൽ ഫെർഗൂസന്റെ അതുപോലെ തന്നെ സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെതും ഡിസ്കസ് ചെയ്യാം. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് നോക്കാം. Questions and answers. First question first. How did Hawking startle the audience? എങ്ങനെയാണ് ഓഡിയൻസിനെ അല്ലെങ്കിൽ പ്രേക്ഷകരെ ഹോക്കിംഗ് അമ്പരപ്പിച്ചത്? അപ്പൊ നമ്മൾ നമ്മൾ പാഠഭാഗം തുടങ്ങിയപ്പോൾ പറഞ്ഞിരുന്നു കോക്രോഫ്റ്റ് ലെക്ചർ റൂമിൽ 38 വയസ്സ്, അതായത് 38 വയസ്സുള്ള ഹോക്കിംഗ് ഒരു ലെക്ചർ ഡെലിവർ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ആ ടൈമിൽ അദ്ദേഹം പറയുന്നത് ഒരു വീൽ ചെയറിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കൊണ്ടാണ് ആ ഓഡിയൻസിനെ അമ്പരപ്പിക്കുന്നത്. അപ്പൊ എന്ത് പറഞ്ഞിട്ടാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് സ്റ്റീഫൻ ഹോക്കിംഗ് തന്റെ ഓഡിയൻസിനെ അമ്പരപ്പിച്ചത് എന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ. He shocked his audience by announcing that theoretical physics was nearing its end. He then thrilled them with an invitation to embark on a mind-blowing journey through time and space. He shocked his audience. അദ്ദേഹത്തിന്റെ ഓഡിയൻസിനെ അമ്പരപ്പിച്ചു. By announcing that, അത് വിളിച്ചു പറഞ്ഞുകൊണ്ട്. Theoretical physics was nearing its end. Theoretical physics അതിന്റെ അവസാനത്തോട് അടുത്തുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ അതിന്റെ അവസാനത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് അദ്ദേഹം അനൗൺസ് ചെയ്തിട്ട് ഓഡിയൻസിനെ ഷോക്ക് ചെയ്യിക്കുന്നു. He then thrilled them with an invitation to embark on a mind-blowing journey through the time and space. പിന്നെ ഫസ്റ്റ് അദ്ദേഹം ത്രില്ല് ചെയ്യുന്നത് എന്ത് പറഞ്ഞിട്ട് തിയറിറ്റിക്കൽ ഫിസിക്സ് ഏതാണ്ട് അതിന്റെ അടുത്ത് അല്ലെങ്കിൽ അവസാനത്ത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് ഫസ്റ്റ് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഷോക്ക് ചെയ്യുന്നത്. സെക്കൻഡ് പറയുന്നത് എന്താന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ഓഡിയൻസിനെ ഒരു ജേണിക്ക് വേണ്ടിയിട്ട് ക്ഷണിക്കുകയാണ്. ആ ജേണി എന്ന് പറയുന്നത് ടൈമിലൂടെയും സ്പേസിലൂടെയും പോകുന്ന ഒരു ജേണിയാണ്. ആ ജേണിക്ക് വേണ്ടി ശ്രമിക്കുന്നു. അങ്ങനെ 2 തരത്തിലാണ് സ്റ്റീഫൻ ഹോക്കിംഗ് തന്റെ ഓഡിയൻസിനെ സ്റ്റാർട്ടിൽ അല്ലെങ്കിൽ ഷോക്ക് ചെയ്യിക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് ടെക്സ്റ്റിലെ സമ്മറി അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പ്രൊഫൈല് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ഓർത്ത് വെക്കുന്നുണ്ട് അല്ലെങ്കിൽ നല്ല തറവായിട്ട് ഓർത്ത് വെക്കുന്നുണ്ടെങ്കിൽ ആൻസർ ചെയ്യാവുന്ന ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ. എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഏത് വേയിലാണ് സ്റ്റീഫൻ ഹോക്കിംഗ് തന്റെ പ്രേക്ഷകരെ അല്ലെങ്കിൽ ഓഡിയൻസിനെ അമ്പരപ്പിച്ചത്? അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. Stephen Hawking did not appear to be promising choice to lead any adventure. Why? Stephen Hawking did not appear to be a promising choice to lead any adventure. അതായത് താനൊരു പ്രോമിസിംഗ് ആയിട്ടുള്ള അതായത് അദ്ദേഹം ഒരു സ്റ്റുഡന്റിനെ കാണുമ്പോൾ പറയുന്നുണ്ടല്ലോ പ്രോമിസിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇദ്ദേഹം അത്ര ടാലന്റഡ് ഒന്നല്ല, ഭയങ്കര അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരു ജേർണി ചെയ്യാൻ മാത്രം ഇദ്ദേഹം അത്ര ടാലന്റഡ് അല്ല എന്ന് അദ്ദേഹത്തിന്റെ ഒരു സ്റ്റുഡന്റിനെ കാണുമ്പോൾ സ്റ്റീഫൻ ഹോക്കിങ്ങിന് തോന്നുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് എന്നാണ് ചോദിക്കുന്നത്. അദ്ദേഹം ആ സ്റ്റുഡന്റ് ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള ജേർണി നയിക്കാൻ മാത്രം കാര്യപ്രാപ്തിയുള്ള ഒരാളല്ല എന്ന് സ്റ്റീഫൻ ഹോക്കിങ്ങിന് തോന്നുന്നു. അത് എന്തുകൊണ്ട്? അതാണ് ഇവിടെ ക്വസ്റ്റ്യൻ. ആൻസർ. He was sitting in a wheelchair while one of his students was reading his lecture to the audience. അപ്പൊ നമ്മുടെ സ്റ്റീഫൻ ഹോക്കിങ് സിറ്റിംഗ് ഇൻ എ വീൽ ചെയർ, ഒരു വീൽ ചെയറിൽ ഇരിക്കുകയാണ്. എപ്പോ അദ്ദേഹത്തിന്റെ വൺ ഓഫ് ഹിസ് സ്റ്റുഡൻസ്, അദ്ദേഹത്തിന്റെ സ്റ്റുഡൻസിൽ ഒരാളായ ഒരു കുട്ടി ആ ലെക്ചർ ഓഡിയൻസിന് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം വീൽ ചെയറിൽ ഇരിക്കുകയായിരുന്നു. ഹിസ് അപ്പിയറൻസ് വാസ് നോട്ട് ഹെൽത്തി and naturally he did not appear to be promising choice to lead any adventure. അദ്ദേഹത്തിന്റെ അപ്പിയറൻസ് കണ്ടിട്ട് സ്റ്റീഫൻ ഹോക്കിങ്ങിന് തോന്നി ഇവൻ അത്ര ഹെൽത്തി ഒന്നുമല്ല, അതുപോലെ തന്നെ ഭയങ്കര പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു അഡ്വഞ്ചർ നയിക്കാമെന്ന് വാക്ക് കൊടുക്കാൻ മാത്രം പ്രാപ്തിയുള്ളവനൊന്നുമല്ല എന്ന് സ്റ്റീഫൻ ഹോക്കിങ്ങിന് തോന്നുന്നു. He was sitting in a wheelchair while one of his students was reading his lecture to the audience.
His appearance was not healthy and naturally he did not appear to be promising choice to let any adventure. Okay. അപ്പൊ ഇത്രയാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ 3. Can a person be judged by appearance alone? Justify your response. ഒരു വ്യക്തിയെ അദ്ദേഹത്തിന്റെ അപ്പിയറൻസ് അല്ലെങ്കിൽ രൂപം കണ്ട് മാത്രം നമുക്ക് വിലയിരുത്താൻ ജഡ്ജ് ചെയ്യാൻ പറ്റുമെന്നാണ് ക്വസ്റ്റ്യൻ. ജസ്റ്റിഫൈ യുവർ റെസ്പോൺസ്. നിങ്ങളുടെ റെസ്പോൺസ് എന്താണെന്ന് ന്യായീകരിക്കുക. അപ്പൊ നമുക്ക് ആൻസർ നോക്കാം. ഡോണ്ട് ജഡ്ജ് എ പേഴ്സൺ ബൈ അപ്പിയറൻസ് അലോൺ. History shows that greatness comes in unexpected packages. Napoleon Bonaparte was short. Franklin Roosevelt led from a wheelchair, and Mother Teresa's frail appearance believed her remarkable impact. These iconic figures proved that physical limitations don't define a person's potential or character. Look beyond appearance to discover the true measure of an individual. അപ്പോൾ നമുക്കൊരു വ്യക്തിയെ അപ്പിയറൻസ് വെച്ചിട്ട് മാത്രം അല്ലെങ്കിൽ അപ്പിയറൻസ് വെച്ച് മാത്രം നമുക്ക് അയാളെ ജഡ്ജ് ചെയ്യാൻ അല്ലെങ്കിൽ വാല്യൂ ചെയ്യാൻ പറ്റുമെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ പറയാ, ഡോണ്ട് ജഡ്ജ് എ പേഴ്സൺ ബൈ അപ്പിയറൻസ് അലോൺ. ഒരു വ്യക്തിയെ നമുക്ക് അയാളുടെ രൂപം കണ്ട് മാത്രം വിലയിരുത്താൻ കഴിയില്ല. ഹിസ്റ്ററി ഷോസ് ദാറ്റ്. അതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഹിസ്റ്ററിയിൽ തന്നെ ഒരുപാട് ഗ്രേറ്റ് ആയിട്ടുള്ള ഫിഗേഴ്സ് ഉണ്ട്. ഹിസ്റ്ററി ഷോസ് ദാറ്റ് ഗ്രേറ്റ്നസ് കം ഇൻ അൺഎക്സ്പെക്ടഡ് പാക്കേജ്. ഹിസ്റ്ററിയിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഗ്രേറ്റ്നെസ് അല്ലെങ്കിൽ വിശാലമായിട്ടുള്ള അല്ലെങ്കിൽ നല്ല നല്ല കാര്യങ്ങൾ വരുന്നത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള വേയിലൂടെ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ടൈമിൽ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളിലൂടെ. അപ്പൊ ഹിസ്റ്ററി പറയുന്നത് എന്താ, ഗ്രേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ടൈമിൽ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളിൽ നിന്നാണ് എന്നാണ്. നെപ്പോളിയൻ ബോണപ്പാർട്ട് വാസ് ഷോർട്ട്. അതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഫസ്റ്റ് നെപ്പോളിയൻ എടുക്കാം. നെപ്പോളിയൻ ബോണപ്പാർട്ട് നമ്മൾ ഫ്രഞ്ച് വിപ്ലവം പഠിക്കുമ്പോൾ പഠിച്ചിട്ടുള്ളതാണ്. അദ്ദേഹം വളരെ ഷോർട്ട് ആയിട്ടുള്ള ആളാണ്, പക്ഷെ ഒരുപാട് ഗ്രേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിനെ കൊണ്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ് ലെഡ് ഫ്രം എ വീൽ ചെയർ. അതുപോലെ ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളവരും ഒരു വീൽ ചെയറിൽ നിന്ന് വന്ന് ലോകത്തിന് വേണ്ടിയിട്ട് ഗ്രേറ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തവരാണ്. ആൻഡ് മദർ തെരേസാസ് ഫ്രെയിൽ അപ്പിയറൻസ് believed her remarkable impact. അതുപോലെ നമ്മുടെ മദർ തെരേസ, ലോകം വിശുദ്ധയായി പ്രഖ്യാപിച്ച സ്ത്രീയാണ് മദർ തെരേസ. അവരുടെ അപ്പിയറൻസും ഫ്രെയിലായിരുന്നു, അത്ര ഭംഗിയുള്ള അപ്പിയറൻസ് ഒന്നും ആയിരുന്നില്ല. അതുകൊണ്ട് എന്നിട്ടുകൂടെ അവര് ലോകം കണ്ട ഒരു വിശുദ്ധയായ അല്ലെങ്കിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ, ഗ്രേറ്റ് ആയിട്ടുള്ള തിങ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദീസ് ഐക്കോണിക് ഫിഗേഴ്സ് പ്രൂവ്ഡ് ദാറ്റ് ഫിസിക്കൽ ലിമിറ്റേഷൻസ് ഡോണ്ട് ഡിഫൈൻ എ പേഴ്സൺസ് പൊട്ടൻഷ്യൽ ഓർ ക്യാരക്ടർ. അപ്പോൾ നമുക്ക് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു വ്യക്തിയുടെ അപ്പിയറൻസ് കൊണ്ട് മാത്രം നമ്മൾ ആ വ്യക്തിയെ ജഡ്ജ് ചെയ്യാൻ പാടില്ല. അതിന് എക്സാമ്പിൾ ആയിട്ട് ഒരു 3-4 പേര് നമുക്ക് കോട്ട് ചെയ്യാം. എന്നിട്ട് പറയാം, ഈ ഐക്കോണിക് ഫിഗേഴ്സ്, ഈ പ്രമുഖരായിട്ടുള്ള വ്യക്തികളെല്ലാം അവരുടെ ഫിസിക്കൽ ലിമിറ്റേഷൻസിനെ മറികടന്നിട്ട് അവരുടെ പൊട്ടൻഷ്യലും ക്യാരക്ടറും വേൾഡിന് മുന്നിൽ കാഴ്ചവെച്ചിട്ടുള്ളവരാണ്. ദീസ് ഐക്കോണിക് ഫിഗേഴ്സ് പ്രൂവ്ഡ് ദാറ്റ് ഫിസിക്കൽ ലിമിറ്റേഷൻ ഡോണ്ട് ഡിഫൈൻ എ പേഴ്സൺസ് പൊട്ടൻഷ്യൽ ഓർ ക്യാരക്ടർ. ഈ ഐക്കോണിക് ഇപ്പൊ പറഞ്ഞിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫിഗേഴ്സ് എല്ലാം പ്രൂവ് ചെയ്യുന്നത്, തെളിയിക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഫിസിക്കൽ ലിമിറ്റേഷൻസ് ഒരിക്കലും നമ്മുടെ പൊട്ടൻഷ്യലിന്, ക്യാരക്ടറിന് ഒട്ടും അഫക്റ്റ് ചെയ്യില്ല എന്നാണ് പറയുന്നത്. ലുക്ക് ബിയോണ്ട് അപ്പിയറൻസ് ടു ഡിസ്കവർ ദ ട്രൂ മെഷർ ഓഫ് ആൻ ഇൻഡിവിജ്വൽ. അതുകൊണ്ട് നമ്മൾ ഒരു വ്യക്തിയെ നമ്മൾ ശരിയായിട്ട് മെഷർ ചെയ്യണമെങ്കിൽ, അളക്കണം എന്നുണ്ടെങ്കിൽ, ആ വ്യക്തിയുടെ അപ്പിയറൻസിന് പിന്നിലായിട്ട് അല്ലെങ്കിൽ ആ അപ്പിയറൻസിന് അപ്പുറം ആ വ്യക്തിക്ക് എന്തൊക്കെ ടാലൻസ് ഉണ്ട് എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ആ വ്യക്തിയെ വിലയിരുത്താൻ. അതായത് അപ്പിയറൻസ് കൊണ്ടല്ല നമ്മൾ ഒരു വ്യക്തിയെ വിലയിരുത്തേണ്ടത്, ആ അപ്പിയറൻസിന് അപ്പുറം അല്ലെങ്കിൽ ബിയോണ്ട് ദാറ്റ് അപ്പിയറൻസ് ആ വ്യക്തിക്ക് ഒരുപാട് ടാലൻസും പൊട്ടൻഷ്യലും കഴിവും എല്ലാം ഉണ്ട്. അതാണ് നമ്മൾ ജഡ്ജ് ചെയ്യേണ്ടതും മെഷർ ചെയ്യേണ്ടതും നമ്മൾ അതാണ്. ഓക്കെ, ഇതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം.
വാട്ട് ഡു യു ലേൺ അബൌട്ട് സ്റ്റീഫൻ ഹോക്കിങ്സ് ചൈൽഡ്ഹുഡ്? അപ്പൊ നമ്മൾ ഈ കംപ്ലീറ്റ് ആയിട്ടുള്ള പാഠഭാഗം പഠിച്ചപ്പോൾ നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്? സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ പ്രൊഫൈലാണ് അല്ലെ? സ്റ്റീഫൻ ഹോക്കിങ്ങിനെ പറ്റിയിട്ട് കിറ്റി ഗേൽ ഫെർഗൂസൺ എഴുതിയിട്ടുള്ള പ്രൊഫൈലാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നമ്മൾ എന്താണ് സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ ചൈൽഡ്ഹുഡിനെ പറ്റിയിട്ട് പഠിച്ചിട്ടുള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ആൻസർ നോക്കാം. സ്റ്റീഫൻ ഹോക്കിംഗ് വാസ് ബോൺ ഓൺ ജാനുവരി 8. സ്റ്റീഫൻ ഹോക്കിംഗ് ജനിച്ചത് 1942 ജാനുവരി 18 ഓക്സ്ഫോർഡിൽ, ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡിലാണ് ജനിച്ചിട്ടുള്ളത്. ടു ഫ്രാങ്ക് ആൻഡ് ഇസബൽ ഹോക്കിംഗ്. ഫ്രാങ്കിന്റെയും ഇസബൽ ഹോക്കിങ്ങിന്റെയും മകനായിട്ട് 1942 ജനുവരി 8 ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡിലാണ് സ്റ്റീഫൻ ഹോക്കിംഗ് ജനിച്ചിട്ടുള്ളത്. എ മോഡസ്റ്റ് ഫാമിലി, ഒരു യഥാർത്ഥ കുടുംബമായിരുന്നു. ഐ മീൻ ഒരു മോഡസ്റ്റ് വേ ഓഫ് ലിവിങ് ഉള്ള ഒരു പാവപ്പെട്ട ഒരു കുടുംബമായിരുന്നു. ഹി അറ്റൻഡഡ് സെയിന്റ് ആൽബൻസ് സ്കൂൾ. അദ്ദേഹം സെയിന്റ് ആൽബൻസ് സ്കൂളിലാണ് പഠിച്ചത്. വേർ ബൈ ഏജ് 8 ഹി അസ്പയർഡ് ടു ബി എ സയന്റിസ്റ്റ്. സെയിന്റ് ആൽബൻസ് സ്കൂളിലാണ് അദ്ദേഹം പഠിച്ചത്. 8ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് ഒരു സയന്റിസ്റ്റ് ആവണം എന്നായിരുന്നു ആഗ്രഹം. ഹിസ് ഫാദർ പ്രിഫേർഡ് മെഡിസിൻ. അപ്പോൾ സ്റ്റീഫൻ ഹോക്കിങ്ങിന് 8ാമത്തെ വയസ്സിൽ ഒരു സയന്റിസ്റ്റ് ആവണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷെ അദ്ദേഹത്തിന്റെ ഫാദർ പ്രിഫർ ചെയ്തത് എന്താ? മെഡിസിൻ ആയിരുന്നു. ബട്ട് ഹോക്കിംഗ് ഫൗണ്ട് ബയോളജി ടു വേഗ്. പക്ഷേ ബയോളജി ഒരു വേഗ് ആയിട്ട്, ഇൻകറക്റ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയിട്ടാണ് നമ്മുടെ സ്റ്റീഫൻ ഹോക്കിങ് കണ്ടിട്ടുള്ളത്. ഹി സോട്ട് പ്രിസൈസ് ആൻസേഴ്സ് ഫേവറിങ് എ മോർ എക്സാക്ടിങ് ഫീൽഡ്. അദ്ദേഹം പ്രിഫർ ചെയ്യുന്നത് പ്രിസൈസ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൃത്യതയുള്ള ആൻസേഴ്സിനെയാണ്. ഫേവറിങ് മോർ എക്സൈറ്റിംഗ് ഫീൽഡ്, ഒരുപാട് എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഫീൽഡിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രിസൈസ് ആൻസർ ഉള്ള ഒരു സബ്ജക്റ്റിനെയാണ് അദ്ദേഹം പ്രിഫർ ചെയ്തത്. ഡെസ്പൈറ്റ് ബീയിങ് ആൻ ആവറേജ് സ്റ്റുഡൻറ്, സ്ലോ ടു റീഡ് ആൻഡ് ഹാവിങ് പുവർ ഹാൻഡ് റൈറ്റിംഗ്. ഒരു ആവറേജ് സ്റ്റുഡന്റിനും കീഴായിരുന്നു നമ്മുടെ സ്റ്റീഫൻ ഹോക്കിംഗ്. അദ്ദേഹം സ്ലോ ടു റീഡ്, വളരെ വൈകിയാണ് വായിക്കാൻ പഠിച്ചത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്നത് മഹാമോശമായിരുന്നു. ഹോക്കിങ്സ് ക്യൂരിയോസിറ്റി ആൻഡ് പാഷൻ ഫോർ സയൻസ് ഡ്രോവ് ഹിം ഫോർവേഡ്. ഹോക്കിങ്ങിന്റെ ക്യൂരിയോസിറ്റി, കാര്യങ്ങൾ അറിയാനുള്ള ആ ഒരു ത്വരയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സയൻസിനോടുള്ള പാഷനുമാണ് അദ്ദേഹത്തെ മുന്നോട്ട് നയിച്ചത്. His ordinary beginnings belied the extraordinary mind that would one day revolutionize our understanding of the universe. അദ്ദേഹത്തിന് ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ഓർഡിനറി ബിഗിനിങ്. കാരണം ഒരു പാവപ്പെട്ട കുടുംബത്തിലാണ് ജനിച്ചത്. ഒരു ലോക്കൽ സ്കൂളാണ് അറ്റൻഡ് ചെയ്തത്. പിന്നെ വീട്ടുകാരുടെ പാഷൻ നോക്കി പോയ ആളാണ്. അപ്പൊ ഒരു ഓർഡിനറി ബിഗിനിങ് ഉള്ള ഒരു എക്സ്ട്രാ ഓർഡിനറി മൈൻഡിന്റെ ഉടമയായിരുന്നു നമ്മുടെ സ്റ്റീഫൻ ഹോക്കിങ്. ദാറ്റ് വുഡ് വൺ ഡേ റെവല്യൂഷനൈസ് അവർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ യൂണിവേഴ്സ്. അപ്പോൾ ഓർഡിനറി ബിഗിനിങ് ഉള്ള എക്സ്ട്രാ ഓർഡിനറി മൈൻഡ് ഉള്ള ഒരാളായിരുന്നു സ്റ്റീഫൻ ഹോക്കിങ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മൈൻഡിനെ ഈ അണ്ടർസ്റ്റാൻഡിങ് എല്ലാം, ഈ മനസ്സിലാക്കലുകളെല്ലാം റെവല്യൂഷനൈസ് ചെയ്തു, വിപ്ലവീകരിച്ചു. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മൈൻഡിൽ ഒരു റെവല്യൂഷൻ ക്രിയേറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന്റെ ഈ ബാക്ക്ഗ്രൗണ്ടിന് സാധിച്ചു. At 14, Stephen knew he would study maths and physics. അതുപോലെ 14ാമത്തെ വയസ്സിൽ സ്റ്റീഫൻ മനസ്സിലാക്കിയ കാര്യം എന്താണെന്ന് അറിയാം. He would study maths and physics. മാത്സും ഫിസിക്സും പഠിക്കുന്നതാണ് നല്ലത്. But his father discouraged him from studying maths because he thought it offered no jobs except as a teacher. പക്ഷെ 14ാമത്തെ വയസ്സിൽ നമ്മുടെ സ്റ്റീഫന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ മാത്സും ഫിസിക്സും ഒന്ന് പഠിക്കാൻ മതി. പക്ഷെ അവിടെയും ഫാദർ അവനെ ഡിസ്കറേജ് ചെയ്തു, നീരസപ്പെടുത്തി. കാരണം എന്താ വെച്ചാല് മാത്സും ഫിസിക്സും ഒക്കെ പഠിച്ചാൽ ടീച്ചിങ് അല്ലാതെ വേറൊരു ജോബ് കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് സ്വന്തം മോനെ പ്രൊമോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻസ്പയർ ചെയ്യുന്നതിന് പകരം അദ്ദേഹത്തെ ഡിസ്കറേജ് ചെയ്തു അദ്ദേഹത്തിന്റെ അച്ഛനായിട്ടുള്ള ഫ്രാങ്ക്. Stephen's father wanted him to attend Oxford where he had studied. സ്റ്റീഫന്റെ അച്ഛൻ എന്തായിരുന്നു വേണ്ടതെന്ന് വെച്ചാൽ സ്റ്റീഫൻ ഓക്സ്ഫോർഡിൽ പഠിക്കണം, അവിടെ ആയിരുന്നു താനും പഠിച്ചത്. അതുകൊണ്ട് തന്റെ മകനും അവിടെ പഠിക്കണം, അതായിരുന്നു അച്ഛന്റെ ആഗ്രഹം. ഓക്സ്ഫോർഡ് ഹാഡ് നോ മാത്തമാറ്റിക്സ്. ഓക്സ്ഫോർഡിലാണെങ്കിലോ സബ്ജക്റ്റ് ആയിട്ട്
മാത്തമാറ്റിക്സും ഉണ്ടായിരുന്നില്ല. സോ സ്റ്റീഫൻ സ്റ്റഡിഡ് കെമിസ്ട്രി ആൻഡ് ഫിസിക്സ് ആൻഡ് ഓൺലി എ ലിറ്റിൽ മാത്തമാറ്റിക്സ്. അതുകൊണ്ട് തന്നെ സ്റ്റീഫൻ കെമിസ്ട്രിയും ഫിസിക്സും അദ്ദേഹത്തിന്റെ എൻട്രൻസ് എക്സാമിന് വേണ്ടിയിട്ട് കുറച്ച് മാത്തമാറ്റിക്സും പഠിച്ചിട്ടുണ്ട്, മാത്സും പഠിച്ചിട്ടുണ്ട്. At the age of 17, Hawking went to Oxford to study natural science and to specialize in physics. അങ്ങനെ 17-ാമത്തെ വയസ്സിൽ സ്റ്റീഫൻ ഹോക്കിംഗ് ഓക്സ്ഫോർഡിലേക്ക് എത്തി. എന്നിട്ട് അവിടെ നാച്ചുറൽ സയൻസ് പഠിച്ചു, അതുപോലെ തന്നെ ഫിസിക്സിൽ സ്പെഷ്യലൈസും ചെയ്തു. എത്രാമത്തെ വയസ്സിലാ? 17-ാമത്തെ വയസ്സിൽ. ഓക്കെ, ഇനി 5-ാമത്തെ ക്വസ്റ്റ്യൻ. ഇത്രയാണ് നമുക്ക് സ്റ്റീഫന്റെ ചൈൽഡ്ഹുഡിനെ പറ്റിയിട്ട് പറയാനുള്ളത്. അദ്ദേഹം ജനിച്ചത്, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഇൻട്രസ്റ്റ്, ഒരു സ്ലോ ലേണർ ആയിരുന്നു, ഹാൻഡ് റൈറ്റിങ്ങിനെ പറ്റിയിട്ട്, പിന്നെ അദ്ദേഹത്തിന്റെയും അച്ഛന്റെയും മൈൻഡ് സെറ്റിലുള്ള ആ ഒരു ഡ്യുവലിറ്റി നമുക്ക് കാണാവുന്നതാണ്. കാരണം സ്റ്റീഫൻ ഇന്നത് പഠിക്കണം എന്ന് പറയുമ്പോൾ അച്ഛൻ അതിനെ ഡിസ്കറേജ് ചെയ്ത് ഇന്നത് പഠിക്കുമെന്ന് സ്റ്റീഫനോട് പറയും. അങ്ങനത്തെ ആ ഒരു ഡ്യുവലിറ്റി ആണ് രണ്ടുപേരുടെ മൈൻഡിലും, അത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ. അപ്പൊ ഇനി 5-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കമന്റ് ഓൺ ദ ഹോക്കിങ്സ് ലൈഫ് അറ്റ് ഓക്സ്ഫോർഡ്. അപ്പോൾ ഹോക്കിങ്ങിന് ഓക്സ്ഫോർഡിൽ അച്ഛന്റെ നിർദ്ദേശപ്രകാരം അച്ഛൻ പഠിച്ച കോളേജിൽ മകനായിട്ടുള്ള ഹോക്കിങ്ങും അഡ്മിഷൻ എടുത്തല്ലോ. അപ്പൊ ഹോക്കിങ്ങിൽ അദ്ദേഹത്തിന്റെ ലൈഫിനെ പറ്റിയിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഹോക്കിങ്സ് early days at Oxford were marked by loneliness and boredom. ഹോക്കിങ്ങിന്റെ തുടക്കകാലം, ഓക്സ്ഫോർഡിലെ തുടക്കകാലം എന്ന് പറയുന്നത് ലോൺലിനെസ്സും ബോർഡും, അത് എന്താ ഏകാന്തതയും അതുപോലെ തന്നെ ഒരു നിരുത്സാഹമുള്ള ഒരു ടൈമായിരുന്നു, ഭയങ്കര ബോർഡും ഉള്ള ഒരു ടൈമായിട്ടാണ് അതിനെ ഹോക്കിംഗ് മാർക്ക് ചെയ്യുന്നത്. ലാസ്റ്റിംഗ് അബൌട്ട് എ ഇയർ ആൻഡ് എ ഹാഫ്, ഡ്യൂറിങ് വിച്ച് ഹി ഷോഡ് ലിറ്റിൽ എന്തൂസിയാസം ഫോർ സ്റ്റഡീസ്. അപ്പോൾ അവിടുത്തെ 1.5 വർഷം എന്ന് പറയുന്നത് ഭയങ്കര ബോർഡും ലോൺലിനെസ്സും ആയിരുന്നു. പിന്നെ അദ്ദേഹത്തിന് പതുക്കെ അദ്ദേഹത്തിന്റെ പഠിക്കാനുള്ള ആഗ്രഹം കൊണ്ട്, അദ്ദേഹം കോളേജ് കുറച്ച് ഇൻട്രസ്റ്റ് ആയിട്ട് വന്നു. However, a transformation occurred midway through his second year. അങ്ങനെ ഫസ്റ്റ് 1.5 ഇയർ അദ്ദേഹത്തിന് ഭയങ്കര ഒരു ലോൺലിനെസ്സും ബോറും ഒക്കെ ആയിട്ടാണ് കോളേജ് തോന്നുന്നത്. എന്നിരുന്നാലും ഇനിയും പഠിക്കാനുള്ള കോളേജ് ആണല്ലോ, സോ നമുക്കൊരു ട്രാൻസ്ഫോർമേഷൻ നീഡ് ആയിട്ടുണ്ട്. അപ്പൊ ആ ട്രാൻസ്ഫോർമേഷൻ അദ്ദേഹത്തിന്റെ ലൈഫിലുണ്ടായി. അത് സെക്കൻഡ് ഇയറിന്റെ ഒരു പകുതിയോട് കൂടിയിട്ട് അദ്ദേഹത്തിന്റെ ലൈഫിലും ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായി. ആസ് ഹി സ്റ്റാർട്ടഡ് ടു ഫൈൻഡ് ജോയ് ഇൻ ഹിസ് ടൈം അറ്റ് ഓക്സ്ഫോർഡ്. ഓക്സ്ഫോർഡിൽ അദ്ദേഹം ചെലവഴിക്കുന്ന സമയങ്ങളിൽ സന്തോഷം കണ്ടെത്താൻ തുടങ്ങിയപ്പോൾ, അല്ലെങ്കിൽ ആ ടൈമുകൾ അദ്ദേഹം എൻജോയ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന് ആ കോളേജ് ലൈഫും എൻജോയബിൾ ആയിട്ട് തോന്നി. ലീഡിങ് ടു എ ന്യൂ ഫൗണ്ട് ഇൻട്രസ്റ്റ് ഇൻ ഹിസ് അക്കാദമിക് പർസ്യൂട്ട്. അദ്ദേഹത്തിന്റെ അക്കാദമിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ ഇൻട്രസ്റ്റ് കാണിച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ ലോൺലിനെസ്സിനും അതുപോലെ തന്നെ ബോർഡത്തെയും മറികടന്നത്. അപ്പൊ ഓക്സ്ഫോർഡിൽ അദ്ദേഹത്തിന് ഭയങ്കര ലോൺലിനെസ്സും ബോർഡും ആയിരുന്നു ആദ്യത്തെ 1.5 വർഷം. പിന്നെ സെക്കൻഡ് ഇയറിന്റെ ഒരു പകുതിയോട് കൂടിയിട്ട് അദ്ദേഹം അക്കാദമിക് ആക്ടിവിറ്റീസ് യൂസ് ചെയ്തിട്ട് എൻജോയ്മെന്റ് കണ്ടെത്താൻ ശ്രമിച്ചു. അങ്ങനെ അദ്ദേഹത്തിന് ഓക്സ്ഫോർഡ് ഡിയറസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ എൻജോയബിൾ ആയിട്ട് തീർന്നു. നമുക്ക് 6-ാമത്തെ ക്വസ്റ്റ്യൻ. What opinion did Hawking's peers at Oxford have about him? അതായത് ഓക്സ്ഫോർഡിലെ പിയേഴ്സ്, സമപ്രായക്കാർ, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ സമപ്രായക്കാർക്ക് അദ്ദേഹത്തെ പറ്റിയിട്ടുണ്ടായിരുന്ന ഒപ്പീനിയൻ എന്താണ് എന്നാണ് ഈ ക്വസ്റ്റ്യൻ. അപ്പോൾ ആൻസർ നോക്കാം. Hawking became popular and as well accepted among his peers. ഹോക്കിങ് അവിടെ ഭയങ്കര പോപ്പുലർ, ജനകീയനായി തീർന്നു. ആൻഡ് ആസ് വെൽ ആസ് അക്സെപ്റ്റഡ് എമംഗ് ഹിസ് peers. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സമപ്രായക്കാർക്കിടയിൽ സ്വീകാര്യത നേടി സാധിച്ചു. They remember him as lively, buoyant and adaptable.
അദ്ദേഹത്തിന്റെ സുഹൃത്ത് അദ്ദേഹത്തെ അതായത് ഉന്മേഷമുള്ളവനും സ്നേഹമുള്ളവനും പെട്ടെന്ന് എല്ലാവരോടും ഇണങ്ങുന്ന ഒരാളായിട്ടും കൺസിഡർ ചെയ്യാൻ തുടങ്ങി. ഹി വോർ ഹിസ് ഹെയർ ലോങ്. സ്റ്റീഫൻ ഹോക്കിംഗ് അവിടെ വെച്ചിട്ട് തന്റെ മുടി നീട്ടി വളർത്താൻ തുടങ്ങി. ഹി വാസ് ഫേമസ് ഫോർ ഹിസ് വിറ്റ്. അദ്ദേഹത്തിന്റെ തമാശകൾ കൊണ്ട് അദ്ദേഹം അവിടെ ഫേമസ് ആയി തീർന്നു. ഹി ലൈക്ക്ഡ് ക്ലാസിക്കൽ മ്യൂസിക് ആൻഡ് സയൻസ് ഫിക്ഷൻ. ക്ലാസിക്കൽ മ്യൂസിക്കും അതുപോലെ തന്നെ സയൻസ് ഫിക്ഷനും ഇഷ്ടപ്പെട്ടു തുടങ്ങി. ഈ ടുക്ക് പാർട്ട് ഇൻ സ്പോർട്സ്. അതുപോലെ സ്പോർട്സിൽ പങ്കാളിയായി തീർന്നു, അല്ലെങ്കിൽ അതിലൊരു പാർട്ടായി. അപ്പോൾ പോപ്പുലർ ആൻഡ് വെൽ അക്സെപ്റ്റഡ് എമംഗ് ഹിസ് പിയേഴ്സ്. പിന്നെ പിയേഴ്സ് എല്ലാം അവനെ കണക്കാക്കുന്നത് ലൈവ്ലി, ബയണന്റ്, അതുപോലെ അഡാപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരനായിട്ടാണ്. അദ്ദേഹം മുടി നീട്ടി വളർത്തിയിരുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ തമാശ കൊണ്ട് അദ്ദേഹം ഫേമസ് ആയിത്തീരുന്നു. പിന്നെ ക്ലാസിക്കൽ മ്യൂസിക്കും അതുപോലെ തന്നെ സയൻസ് ഫിക്ഷനും അദ്ദേഹം ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. പിന്നെ സ്പോർട്സിലും ഒരു പാർട്ടായിരുന്നു. ഇതാണ് 6ാമത്തെ ക്വസ്റ്റ്യൻ. ഈ 7ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സൈറ്റ് ആൻ എക്സാമ്പിൾ ടു പ്രൂവ് ദാറ്റ് സ്റ്റീഫൻ ഹോക്കിംഗ് വാസ് ഷാർപ്പ് വിറ്റഡ്. ഡിഡ് ഹിസ് വിറ്റ് ഹെൽപ്പ് ഹിം ഇൻ എനി വേ? ഒരു എക്സാമ്പിൾ സൈറ്റ് ചെയ്യാൻ. സ്റ്റീഫൻ ഹോക്കിംഗ് ഒരു ഷാർപ്പ് വിറ്റഡ് ആണ്, അതായത് അദ്ദേഹത്തിന് പിയേഴ്സ് ഒക്കെ പറയുന്നുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ വിറ്റ് കൊണ്ട്, തമാശ കൊണ്ട് ഫേമസ് ആയ. അപ്പൊ ഒരു ഷാർപ്പായിട്ടുള്ള വിറ്റ് പറയുന്ന ഒരാളാണ്. എല്ലാവരെയും പൊട്ടിച്ചെരിപ്പിക്കുന്ന രീതിയിലുള്ള തമാശ പറഞ്ഞാൽ ഒരു ജോക്കറിനെ പോലെ എന്തായിരുന്നില്ല, അദ്ദേഹത്തിന്റെ ഒരു ഷാർപ്പായിട്ടുള്ള വിറ്റായിരുന്നു. അതിനൊരു എക്സാമ്പിൾ സൈറ്റ് ചെയ്യാനാണ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള. ഡിഡ് ഹിസ് വിറ്റ് ഹെൽപ്പ് ഹിം എനിവേ? അതായത് അദ്ദേഹത്തിന്റെ തമാശ അദ്ദേഹത്തെ ഏതെങ്കിലും വേയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ എന്നാണ് ക്വസ്റ്റ്യൻ. സ്റ്റീഫൻ ഹോക്കിംഗ് ഹാഡ് അപ്ലൈഡ് ടു ഡു എ PhD അറ്റ് കാംബ്രിഡ്ജ് വൈൽ ഹി വാസ് എ സ്റ്റുഡന്റ് അറ്റ് ഓക്സ്ഫോർഡ്. അപ്പൊ അതിലൊരു ഐറണി നമ്മൾ വായിച്ചപ്പോൾ കണ്ടിരുന്നു. സ്റ്റീഫൻ ഓക്സ്ഫോർഡിൽ പഠിക്കുന്ന ടൈമിൽ കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ ഒരു PhDക്ക് വേണ്ടിയിട്ട് അദ്ദേഹം അപ്ലൈ ചെയ്തു. ഹി വാസ് അക്സെപ്റ്റഡ് ഓൺ കണ്ടീഷൻ ദാറ്റ് ഹി ഗോട്ട് എ ഫസ്റ്റ് ഫ്രം ഓക്സ്ഫോർഡ്. അപ്പൊ കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലുള്ളവര് സ്റ്റീഫന്റെ അടുത്ത് എന്താ പറഞ്ഞു? നിനക്ക് ഓക്സ്ഫോർഡിൽ ഫസ്റ്റ് ക്ലാസ് കിട്ടുവാണെങ്കിൽ നിന്നെ ഞങ്ങൾ ഇവിടെ PhDക്ക് വേണ്ടിയിട്ട് അഡ്മിഷൻ തരാമെന്ന് പറഞ്ഞിരുന്നു. ഹോക്കിംഗ് തോട്ട് ഹി കുഡ് ഗെറ്റ് ത്രൂ സക്സസ്ഫുൾ. അപ്പൊ ഹോക്കിംഗ് ആ ടൈമിൽ വിചാരിച്ചത് എന്താ? തനിക്കിത് സിമ്പിൾ ആയിട്ട്, അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് ഒക്കെ സിമ്പിൾ ആയിട്ട് നേടാമെന്ന് വിചാരിച്ചു. ബട്ട് ആസ് ദ എക്സാമിനേഷൻ came, പക്ഷെ എക്സാം വന്നപ്പോൾ ഹിസ് കോൺഫിഡൻസ് ഫെയിൽഡ്. അദ്ദേഹത്തിന്റെ കോൺഫിഡൻസ് ഒക്കെ പോയി. ഹോക്കിംഗ് ഗോട്ട് ഓൺലി ബോർഡർ ലൈൻ മാർക്സ്. അദ്ദേഹത്തിന് കിട്ടിയ മാർക്ക് ഫസ്റ്റിന്റെയും സെക്കൻഡിന്റെയും ഇടയ്ക്കുള്ള ഒരു ബോർഡർ ലൈൻ മാർക്ക്, അതായത് ഫസ്റ്റ് ക്ലാസ്സും അല്ല സെക്കൻഡ് ക്ലാസ്സും അല്ല, ഇതിന്റെ ഇടയ്ക്കുള്ള ഒരു മാർക്കാണ് അദ്ദേഹത്തിന് കിട്ടിയത്. ആസ് ഹി ഹാഡ് ഓൺലി എ ബോർഡർ ലൈൻ റിസൾട്ട്, ഹിസ് എക്സാമിനേഴ്സ് കാൾഡ് ഹിം ഫോർ ആൻ ഇന്റർവ്യൂ ആൻഡ് ആസ്ക്ഡ് ഹിം അബൌട്ട് ഹിസ് പ്ലാൻസ്. അങ്ങനെ അദ്ദേഹത്തിന് ഫസ്റ്റ് ക്ലാസ്സും അല്ല സെക്കൻഡ് ക്ലാസ്സും അല്ലാത്തൊരു റിസൾട്ട് ആണല്ലോ ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ എക്സാമിനേഴ്സ് അദ്ദേഹത്തെ ഒരു ഇന്റർവ്യൂവിന് വേണ്ടി വിളിച്ചിട്ട് അദ്ദേഹത്തിന്റെ ഫ്യൂച്ചർ പ്ലാൻസ് എന്താന്ന് അദ്ദേഹത്തോട് ചോദിക്കും. ഹി ടോൾഡ് ദ എക്സാമിനേഴ്സ് ബോൾഡ്ലി. അപ്പൊ അദ്ദേഹം ബോൾഡ് ആയിട്ട് എക്സാമിനേഴ്സിന്റെ അടുത്ത്, ഇതാണ് അദ്ദേഹം പറയുന്ന വിറ്റ്. ഈ വിറ്റാണ് അദ്ദേഹത്തിന്റെ ലൈഫിൽ രക്ഷിച്ചിട്ടുള്ളത്. ഇഫ് ഐ ഗെറ്റ് ഫസ്റ്റ്, എനിക്ക് ഫസ്റ്റ് കിട്ടുവാണെങ്കിൽ ഐ ഷാൽ ഗോ ടു കാംബ്രിഡ്ജ്, ഞാൻ എന്തായാലും കാംബ്രിഡ്ജിൽ പോകും, അവിടെ PhD ചെയ്യാൻ ഞാൻ കാംബ്രിഡ്ജിൽ പോകും. ഇഫ് ഐ റിസീവ് എ സെക്കൻഡ്, എനിക്ക് സെക്കൻഡ് കിട്ടുന്നെങ്കിൽ ഐ വിൽ റിമൈൻ അറ്റ് ഓക്സ്ഫോർഡ്. എനിക്ക് ഫസ്റ്റ് കിട്ടുവാണെങ്കിൽ ഞാൻ കാംബ്രിഡ്ജിൽ പോകും, എനിക്ക് സെക്കൻഡ് കിട്ടുന്നെങ്കിൽ ഞാൻ ഓക്സ്ഫോർഡിൽ നിൽക്കും. ഇതാരുടെ അടുത്താ പറയുന്നത്? ഓക്സ്ഫോർഡിലെ എക്സാമിനേഴ്സിന്റെ അടുത്താ പറയുന്നത്. സോ ഐ എക്സ്പെക്ട് ദാറ്റ് യു വിൽ ഗിവ് മി ഫസ്റ്റ്. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ നിങ്ങൾ എനിക്ക് ഫസ്റ്റ് തരും. അതിന്റെ ഭാഗമായിട്ട് അങ്ങനെ ഹി ഗോട്ട് ഹിസ് ഫസ്റ്റ്, അദ്ദേഹത്തിന് ഫസ്റ്റ് ക്ലാസ് കിട്ടി. ആൻഡ് ദെൻ ഹി വെന്റ് ടു കാംബ്രിഡ്ജ്. അങ്ങനെ അദ്ദേഹം കാംബ്രിഡ്ജിലോട്ട് പോയി. ഹിസ് വിറ്റ് ഹെൽപ്ഡ് ഹിം ഹിയർ ടു ഗെറ്റ് വാട്ട് ഹി വാണ്ടഡ്. അദ്ദേഹത്തിന്റെ വിറ്റ്, തമാശ, അദ്ദേഹം ഒരു ഷാർപ്പ് വിറ്റഡാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ തമാശ ഇവിടെ അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന് എന്താണോ വേണ്ടത് അത് നേടിക്കൊടുക്കാൻ അദ്ദേഹത്തിന്റെ വിറ്റ് ഇവിടെ ഹെൽപ്പ് ചെയ്യുന്നു. അതാണ് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് കൊടുക്കാൻ പറ്റുന്നത്. അദ്ദേഹത്തിന്റെ വിറ്റ് കാരണം ലൈഫിൽ എന്തെങ്കിലും നേടാൻ സാധിച്ചിട്ടുണ്ട്.
അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ക്യാംബ്രിഡ്ജിൽ PhD ചെയ്യാൻ അവസരം കിട്ടിയത്. നമുക്ക് എയ്ത്ത് ക്വസ്റ്റ്യൻ നോക്കാം. Question 8. Stephen's first year at Cambridge was worse than that at Oxford. സ്റ്റീഫനിന്റെ ഫസ്റ്റ് ഇയർ, അതായത് സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ കാംബ്രിഡ്ജിലെ ഫസ്റ്റ് ഇയർ എന്ന് പറയുന്നത് ഓക്സ്ഫോർഡിനേക്കാൾ മോശമായിരുന്നു എന്ന് നമുക്ക് ആ കിറ്റി ഗെയിൽ ഫെർഗൂസൺ പ്രൊഫൈലിൽ പറയുന്നുണ്ട്. അതിന് റീസൺ എന്താ? ഓക്സ്ഫോർഡിനേക്കാൾ കാംബ്രിഡ്ജിലെ ഫസ്റ്റ് ഡേയ്സ് മോശമാവാൻ റീസൺ എന്താ? The challenges Hawking faced during his first year at Cambridge surpassed those of his Oxford experience. അപ്പോൾ ഒരുപാട് ചലഞ്ചസ് ഹോക്കിങ് കാംബ്രിഡ്ജിലെ ഫസ്റ്റ് ഇയറിൽ നേരിട്ടിട്ടുണ്ട്. ആ ചലഞ്ചസ് ഒക്കെ ഓക്സ്ഫോർഡിൽ അദ്ദേഹം നേരിട്ടതിനേക്കാൾ ഇരട്ടിയായിരുന്നു. ഓക്സ്ഫോർഡ് എക്സ്പീരിയൻസിനെ സർപ്പാസ് ചെയ്യുന്ന തരത്തിലുള്ള ചലഞ്ചസ്, മറികടക്കുന്ന തരത്തിലുള്ള ചലഞ്ചസ് ആണ് അദ്ദേഹം കാംബ്രിഡ്ജിൽ ഫസ്റ്റ് ഇയറിൽ നേരിട്ടിട്ടുള്ളത്. ഹിസ് വീക്ക് മാത്തമാറ്റിക്കൽ ഫൗണ്ടേഷൻ ഹിൻഡേർഡ് ഹിസ് പ്രോഗ്രസ്. അദ്ദേഹത്തിനൊരു വീക്ക് ആയിട്ടുള്ള, അല്ലെങ്കിൽ അത്രയും ടാലന്റഡ് ആയിട്ടുള്ള ഒരു മാത്തമാറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഒന്നല്ല ഉണ്ടായിരുന്നത്. ഒരു വീക്ക് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. അത് അദ്ദേഹത്തിന്റെ പ്രോഗ്രസിന് ഒരു തടസ്സമായി. എസ്പെഷ്യലി ഇൻ ഗ്രാസ്പിംഗ് ജനറൽ റിലേറ്റിവിറ്റി എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഒരു സബ്ജക്ട് പഠിക്കാനുണ്ടായിരുന്നു. ആ സബ്ജക്ട് ഗ്രാസ്പ് ചെയ്യാൻ, മനസ്സിലാക്കാൻ അദ്ദേഹത്തിന്റെ മാത്തമാറ്റിക്സിലുള്ള കുറഞ്ഞ വീക്ക് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്തിരുന്നില്ല. അത് അദ്ദേഹത്തിന് ഒരു പ്രോഗ്രസ് ഉണ്ടാക്കി കൊടുത്തിരുന്നില്ല. അതാണ് അദ്ദേഹം നേരിട്ട ചലഞ്ചിലൊന്ന്. മോർ മോർ അലാറിംഗ് ഇഷ്യൂ അറൗസ് ഇൻ തേർഡ് ഇയർ. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ തേർഡ് ഇയർ ആയപ്പോൾ കൂടുതൽ അലാറിംഗ് സൗണ്ടിങ് ആയിട്ടുള്ള കൂടുതലായിട്ടുള്ള ഒരു ചലഞ്ച് അദ്ദേഹം നേരിടാൻ തുടങ്ങി, അല്ലെങ്കിൽ ഉയർന്നു വന്നു. He began to exhibit uncharacteristic carelessness. അതുപോലെ അൺക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ടുള്ള ഒരു കെയർലെസ്നെസ് അദ്ദേഹം കാണിക്കാൻ തുടങ്ങി. ഇൻക്ലൂഡിങ് അൺഎക്സ്പ്ലെയിൻഡ് ഫാൾസ് ആൻഡ് സ്ട്രഗിൾസ് വിത്ത് എവറിഡേ ടാസ്ക് ലൈക്സ് ടൈയിങ് ഷൂസ് ആൻഡ് സ്പ്ലിറ്റ്. അതുപോലെ എവറിഡേ ലൈഫിൽ ആക്ഷൻസ് ആയിട്ടുള്ള ഷൂസ് ടൈ ചെയ്യുക, അതുപോലെ ടോക്കിങ്, ഇതിലൊക്കെ ഒരു പ്രതീക്ഷിതമായിട്ടുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ നിർവചിക്കാൻ പറ്റാത്ത എന്തൊക്കെയോ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് നേരിട്ട് തുടങ്ങി. അതായത് അദ്ദേഹത്തിന്റെ ഫിസിക്കൽ സ്ട്രെങ്ത്തിന്, അല്ലെങ്കിൽ അയാളുടെ ഫിസിക്കിന് എന്തൊക്കെയോ സംഭവിച്ചു തുടങ്ങിയിരുന്നു ആ ടൈമിൽ, തേർഡ് ഇയർ ആയി. ദീസ് ഒമോണിയസ് സിംറ്റംസ്, ഈ അപരിചിതമായ സിംറ്റംസ് സിഗ്നൽ ടു ദ എമർജൻസ് ഓഫ് എ സീരിയസ് ഹെൽത്ത് ഇഷ്യൂ. ഈ അപ്രതീക്ഷിതമായിട്ടുള്ള സിംറ്റംസ് ഒക്കെ അദ്ദേഹത്തിന് ഉണ്ടാവാൻ പോകുന്ന ഒരു സീരിയസ് ആയിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂവിനെ കാണിച്ചു. ദാറ്റ് വുഡ് സൂൺ ഇമ്പാക്ട് ഇൻ ഹിസ് ലൈഫ് സിഗ്നിഫിക്കൻറ്റ്. അതുപോലെ ആ ഹെൽത്ത് ഇഷ്യൂസിന്റെ സിംറ്റംസ് ഒക്കെ അദ്ദേഹത്തിന്റെ ലൈഫിൽ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. ഇതാണ് അദ്ദേഹത്തിന് കാംബ്രിഡ്ജ് ഓക്സ്ഫോർഡിനേക്കാൾ വേഴ്സ് ആവാനുള്ള കാരണം. ഒന്നെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ വീക്ക് മാത്തമാറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട്, പിന്നെ അടുത്തതായിട്ടുള്ളത് അദ്ദേഹത്തിന് ഈ ഫിസിക്കൽ പ്രോബ്ലം, എവറിഡേ ആക്ഷൻസ് ചെയ്യാൻ പോലും പറ്റാതെ വരുന്ന ഒരു അവസ്ഥ. ഇനി നമുക്ക് 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. How did tragedy strike Hawking after his 21st birthday? അതായത് 21ാമത്തെ ബർത്ത്ഡേക്ക് ശേഷം എന്ത് ട്രാജഡി, അല്ലെങ്കിൽ എങ്ങനെയാണ് സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ ലൈഫ് ഒരു ട്രാജഡി ആയി തീർന്നത്? Shortly after his 21st birthday in 1963, tragedy struck him. He contracted a rare disease, amyotrophic lateral sclerosis, for which there was no known cure. It caused a gradual disintegration of the nerve cells in the spinal cord and the brain. He went into a deep depression. He did not know what to do and what his future would be. അപ്പോൾ ഷോർട്ട്ലി അദ്ദേഹത്തിന്റെ 1963 21ാമത്തെ ബർത്ത്ഡേയുടെ ശേഷം, ബർത്ത്ഡേ കഴിഞ്ഞ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ ട്രാജഡി ഒരു ദുരന്തം അദ്ദേഹത്തെ വന്ന് ബാധിച്ചു. ഹി കോൺട്രാക്റ്റഡ് എ റെയർ ഡിസീസ്. അദ്ദേഹത്തിനൊരു അപരിചിതമായിട്ടുള്ള, അല്ലെങ്കിൽ റെയർ ആയിട്ടുള്ള ഒരു ഡിസീസ് വന്നു. വളരെ കോമൺ അല്ലാത്ത, അൺകോമൺ ആയിട്ടുള്ള ഒരു ഡിസീസ് വന്നു.
അമിയോട്രോഫിക് ലാറ്ററൽ സ്ക്ലിറോസിസ്, അതിന്റെ പേര്, ആ ഡിസീസിന്റെ പേര് എന്ന് പറയുന്നത് അമിയോട്രോഫിക് ലാറ്ററൽ സ്ക്ലിറോസിസ് എന്നായിരുന്നു. ഫോർ വിച്ച് ദർ വാസ് നോ നോൺ ക്യൂർ. ആ രോഗത്തിന് എന്ന് പറഞ്ഞാൽ ക്യൂറബിൾ ആയിട്ടുള്ള ഡിസീസ് അല്ല, അതായത് ചികിത്സിച്ച് ഭേദപ്പെടുത്താൻ പറ്റുന്ന ഒരു ഡിസീസ് ആയിരുന്നില്ല അത്. ഇറ്റ് കോസ്ഡ് എ ഗ്രാജുവൽ ഡിസിൻറ്റഗ്രേഷൻ ഓഫ് ദ നെർവ് സെൽസ് ഇൻ ദ സ്പൈനൽ കോഡ് ആൻഡ് ദ ബ്രെയിൻ. അത് ഉണ്ടാക്കിയ മാറ്റം എന്താന്ന് വെച്ചാൽ ഗ്രാജുവൽ ആയിട്ട് പതുക്കെയുള്ള നെർവ് സെൽ, നമ്മുടെ സ്പൈനൽ കോഡിലേക്കും ബ്രെയിനിലോട്ടുള്ള നെർവ്സിന്റെ ഡിസിൻറ്റഗ്രേഷൻ ആണ്. അതായത് അത് നെർവ് സെൽസിനെ ബാധിക്കാൻ തുടങ്ങി, സ്പൈനൽ കോഡിലേക്കും അതുപോലെ ബ്രെയിനിലേക്കുള്ള നെർവ് സെൽസിനെ ബാധിക്കാൻ തുടങ്ങി. ഹി വെന്റ് ഇൻ ടു എ ഡീപ്പ് ഡിപ്രഷൻ. അങ്ങനെ അദ്ദേഹം ഒരു ഡീപ്പ് ആയിട്ടുള്ള ഡിപ്രഷനിലോട്ട് വന്നു. ഹി ഡിഡ് നോട്ട് നോ വാട്ട് ടു ഡു ആൻഡ് വാട്ട് ഈസ് ഹിസ് ഫ്യൂച്ചർ വുഡ് ബി. അദ്ദേഹത്തിന് ശരിക്കും അറിയില്ലായിരുന്നു ഇനി താൻ എന്ത് ചെയ്യും, അല്ലെങ്കിൽ തന്റെ ഫ്യൂച്ചർ എന്താവുമെന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. അപ്പോൾ 21ാമത്തെ ബർത്ത്ഡേയിൽ അദ്ദേഹത്തെ കീഴടക്കിയ ട്രാജഡി, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വന്ന് ഭവിച്ച ദുരന്തം എന്താന്ന് വെച്ചാൽ അദ്ദേഹത്തിന് അമിയോട്രോഫിക് ലാറ്ററൽ സ്ക്ലെറോസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രോഗം ഉണ്ടായി. അതിനുശേഷം അദ്ദേഹത്തിന്റെ ഫ്യൂച്ചർ എന്താവുന്നോ, ഇനി അങ്ങോട്ടുള്ള ലൈഫിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നോ അദ്ദേഹത്തിന് അറിയാതെയായി. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഡ്രാസ്റ്റിക് ചേഞ്ച് കെയിം ഓവർ ഹോക്കിംഗ് ആഫ്റ്റർ ദ ഡയഗ്നോസിസ് ഓഫ് ദ ഡിസീസ്. അപ്പോൾ അദ്ദേഹത്തിന് ആ ഡിസീസ് ഉണ്ടായതിനു ശേഷം എന്തെല്ലാം ചേഞ്ചുകളാണ് അദ്ദേഹത്തിന്റെ ലൈഫിലോട്ട് വന്നത്, ആ ഡിസീസ് ഡയഗ്നോസ് ആയത് മുതൽ അദ്ദേഹത്തിന് എന്തെല്ലാം ചേഞ്ചസ് ആണ് ഉണ്ടായിട്ടുള്ളത്. ആൻസർ: ദ ഡയഗ്നോസിസ് ഓഫ് ഹിസ് ഡിസീസ് മാർക്ക്ഡ് എ പ്രൊഫൗണ്ട് ടേണിംഗ് പോയിന്റ് ഇൻ ഹോക്കിങ്സ് ലൈഫ് പ്രയർ ടു ഇറ്റ്. അപ്പോൾ ദ ഡയഗ്നോസിസ് ഓഫ് ഹിസ് ഡിസീസ് മാർക്ക്ഡ് എ പ്രൊഫൗണ്ട് ടേണിംഗ് പോയിന്റ് ഇൻ ഹോക്കിങ്സ് ലൈഫ്. ആ രോഗം വന്നത് അദ്ദേഹത്തിന്റെ ലൈഫിനെ തന്നെ മാറ്റിമറിച്ച ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ്. പ്രയർ ടു ഇറ്റ്, അതാണ് അദ്ദേഹത്തിന്റെ ലൈഫിൽ ഉണ്ടായ ഏറ്റവും വലിയ disconnected and enthusiastic about life. ഈ രോഗം വന്നപ്പോൾ അദ്ദേഹത്തിന് എല്ലാത്തിൽ നിന്നും തന്നെ കണക്റ്റഡ് ആയി, അതുപോലെ ഒരു താല്പര്യമില്ലാത്ത പോലെ അദ്ദേഹത്തിന് ലൈഫ്. However, after being hospitalized and facing his own mortality, he experienced a vivid dream where he was about to execute it. അങ്ങനെ ഹോസ്പിറ്റലൈസ്ഡ് ആയി ഇരുന്നാലും അദ്ദേഹത്തിന്റെ മരണത്തെ മുന്നിൽ കാണുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഈ അമിയോട്രോപിക് ലാറ്ററൽ സ്ക്ലിറോസിസ് വന്നിട്ട് അദ്ദേഹം മരിക്കും എന്നുള്ള ഒരു ചിന്ത അദ്ദേഹത്തിന്റെ മൈൻഡിൽ ഉണ്ടായിരുന്നു. ഈ എക്സ്പീരിയൻസ്ഡ് വിവിഡ് ഡ്രീം, അദ്ദേഹം ഒരുപാട് ഡ്രീംസ് കാണാൻ തുടങ്ങി ആ ടൈമിൽ, ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ള ടൈമിൽ. വേർ ഹി വാസ് എബൌട്ട് ടു ബി എക്സിക്യൂട്ടഡ്. അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹം കണ്ടൊരു ഡ്രീമാണ് താൻ വധശിക്ഷയ്ക്ക് വിധിച്ച ആളാണ്, അല്ലെങ്കിൽ താൻ തൂക്കിലേറ്റാൻ വിധിക്കപ്പെട്ട ആളാണ് അദ്ദേഹത്തിന് തോന്നി ഒരു ഡ്രീമിൽ. ഓൺലി ടു ബി എ ഗ്രാൻഡഡ്. അതിൽ നിന്ന് അദ്ദേഹത്തിന് മോചനമില്ല എന്ന് അദ്ദേഹത്തിന് തോന്നി. This dream had profound impact on Hawking. ഈ ഡ്രീം അദ്ദേഹത്തിന് അദ്ദേഹത്തിൽ ഒരുപാട് ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിച്ചു. Making him realize that life was precious and that he had a newfound purpose. അപ്പൊ ഈ ഡ്രീമിന് ശേഷം അദ്ദേഹം ഒരുപാട് ആലോചിച്ചിട്ട് മനസ്സിലാക്കി ലൈഫ് എന്ന് പറയുന്നത് പ്രഷ്യസ് ആയിട്ട് വിലപിടിപ്പുള്ള അല്ലെങ്കിൽ വിലയേറിയ കാര്യം. അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെയൊന്നും ആലോചിച്ച് ലൈഫിനെ സ്പോയിൽ ചെയ്യാൻ പാടില്ല എന്ന് അദ്ദേഹം വിചാരിച്ചു. അതിന് നമ്മൾ ഒരു പുതിയ പർപ്പസ് കണ്ടെത്തണം. അതാണ് his newfound appreciation for life. He so far to time he had and his dreams inspiration clear focus. Newfound പുതുതായിട്ട് തന്റെ ഉണ്ടായ ചിന്ത പറ്റിയിട്ടുള്ളതാണല്ലോ. അത് അദ്ദേഹത്തിന്റെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ നല്ല എന്നുള്ള ഒരാർജന അയാളിൽ ഉണ്ടാക്കി. ഡ്രീംസ് ആൻഡ്
ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുള്ള തോട്ട് അയാൾ അന്ന് ഡ്രീം കണ്ടതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത് ചെയ്യാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ അദ്ദേഹത്തിന് ആ ഡിസീസ് വന്നതിന് ശേഷം, ഡയഗ്നോസ് ആയതിനു ശേഷം വന്ന ഡ്രാസ്റ്റിക് ആയിട്ട് നമുക്ക് കാണാം. ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് ക്വസ്റ്റ്യൻ 11 വാട്ട് വാസ് ജെയിംസ് ഇംപ്രഷൻ ഓഫ് ഹോക്കിംഗ്? ഹോക്കിങ്ങിനെ പറ്റിയിട്ട് ജെയിംസിന് ഉണ്ടായിരുന്ന ഇംപ്രഷൻ എന്തായിരുന്നു? നമ്മൾ പറഞ്ഞു ഹോസ്പിറ്റലൈസ്ഡ് ഒരു ന്യൂ ഇയേഴ്സ് ഇവന്റ് എന്നാണ് ജെയിനും ഹോക്കിങ്ങും പരസ്പരം കണ്ടുകിട്ടുന്നത്. ആ ടൈമില് ജെയിന് ഒരുപാട് ഇംപ്രസ്ഡ് ആയി പോകുന്നുണ്ട് ഹോക്കിങ്. എന്തോ അപ്പോ അയാൾ ഒരു വീൽ ചെയറിലായിട്ടുള്ള അല്ലെങ്കിൽ ഫിസിക്കലി ഇല്ലായിട്ടുള്ള ആളായിരുന്നിട്ട് കൂടി ജെയിനെ ഒരുപാട് ഇംപ്രസ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചു. എന്തായിരുന്നു ജെയിന് അദ്ദേഹത്തോട് ഉണ്ടായിരുന്ന ഇംപ്രഷൻ എന്നായിരുന്നു ക്വസ്റ്റ്യൻ. ജസ്റ്റ് ബിഫോർ ഹോക്കിംഗ് എന്റേർഡ് ദ ഹോസ്പിറ്റൽ ഫോർ ടെസ്റ്റസ്, അതായത് ഹോക്കിംഗ് ഹോസ്പിറ്റലിലോട്ട് ടെസ്റ്റിന് പോകുന്നതിന്റെ മുന്നേ ആയിട്ട് ഹി മെറ്റ് ജെയിൻ വൈൽ ദാറ്റ് എ ന്യൂ ഇയേഴ്സ് പാർട്ടി അറ്റ് സെയിന്റ് ആൽബൻസ്. ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ടൈമിലാണ് ജെയിനെ ഹോക്കിങ് സെയിന്റ് ആൽബൻസിൽ വെച്ച് ഒരു ന്യൂ ഇയർ പാർട്ടിയിൽ വെച്ച് കാണുന്നത്. ഷീ തോട്ട് ഹോക്കിംഗ് വാസ് വെരി ഇന്റലിജന്റ്. അപ്പൊ ഹോക്കിങ്ങിനെ കണ്ടപ്പോൾ ജെയിന് തോന്നിയത് അദ്ദേഹം ഭയങ്കര ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരാളാണ് എന്നാണ്. എക്സെൻട്രിക് ആൻഡ് റാദർ അരഗൻ, അതുപോലെ എക്സെൻട്രിക്കും മേ ബി അരഗന്റും ആയിരിക്കാം എന്ന് തോന്നി. ബട്ട് ഹി വാസ് ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഷീ ലൈക്ക്ഡ് ഹിസ് വിറ്റ്. പക്ഷെ അദ്ദേഹം അവള് വിചാരിച്ച പോലെ ഒന്നും ആയിരുന്നില്ല. അദ്ദേഹം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടർ ആയിരുന്നു. അതുപോലെ അദ്ദേഹത്തിന്റെ തമാശകളെല്ലാം അവൾക്ക് ഇഷ്ടമായി. ഷീ ഫെൽ ഇൻ ലവ് വിത്ത് ഹിം. അങ്ങനെ അവര് തമ്മിൽ ഇഷ്ടത്തിലായി. അങ്ങനെയാണ് ആ എന്ത് ഇംപ്രഷനാണ്, അതായത് അവക്ക് അയാളെ കണ്ടപ്പോ തോന്നിയത് അയാൾ ഭയങ്കര ഇന്റലിജന്റും എക്സെൻട്രിക്കും അരഗന്റും ആണെന്നാ. പക്ഷെ അദ്ദേഹത്തോട് കൂടുതൽ ഇടപെട്ടപ്പോ അവൾക്ക് മനസ്സിലായി അയാൾ ഭയങ്കര ഇൻട്രസ്റ്റിങ്ങും അതുപോലെ അയാളുടെ വിറ്റും തമാശകളും അവൾ ഒരുപാട് ഇഷ്ടപ്പെടാൻ തുടങ്ങി. അങ്ങനെ അവർ രണ്ടുപേരും ഇഷ്ടത്തിലായി. ഇനി ക്വസ്റ്റ്യൻ 12 റൈറ്റ് എ നോട്ട് ഓൺ ദ ക്യാരക്ടർ ഓഫ് ജെയിൻ. അപ്പോൾ ജെയിനെ കണ്ടതിന് ശേഷം അവളുടെ ക്യാരക്ടറിനെ പറ്റിയിട്ട് ഒരു ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ തന്നെ നമ്മുടെ ഓദർ കൊടുക്കുന്നുണ്ട്, ഫെർഗൂസൺ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് ജെയിന്റെ ക്യാരക്ടർ സ്കെച്ച് അല്ലെങ്കിൽ അവളുടെ ക്യാരക്ടറിനെ പറ്റിയിട്ട് എഴുതാം. ജെയിൻ വാസ് എ ഷൈ ഗേൾ വിത്ത് സ്ട്രോങ് ബിലീഫ്സ്. ഹെർ മദർ ടോട്ട് ഹെർ ടു സ്റ്റേ പോസിറ്റീവ് even in tough times. When she met Stephen Hawking after his hospital stay, he was very sad and unsure. But Jane didn't let his health issues scare her. She saw past them and liked his spirit. He liked her happy outlook and they became friends. Together they thought they could achieve great things. For Steve, it made a big difference. He applied for a research fellowship at Caius, one of the colleges of Cambridge University. In 1965, when he was 23, he received his fellowship at Caius. In July 1965, he married Jane
They had 3 children. In fact, it was Jane who gave the moral support to Hawking to overcome his adversities and do something great for mankind. അപ്പോൾ നമ്മുടെ ജെയിൻ്റെ ക്യാരക്ടറിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ജെയിൻ ഒരു ഷൈ ആയിട്ടുള്ള ഒരു നാണങ്ങിയായിട്ടുള്ള പെൺകുട്ടിയാണ്. അവൾക്ക് ഒരുപാട് സ്ട്രോങ് ആയിട്ടുള്ള ബിലീഫ്, അവൾക്ക് അവളുടേതായ ഒരുപാട് വിശ്വാസങ്ങൾ ഉണ്ടായിരുന്നു. ചെറുപ്പം തൊട്ട് ഏത് അതായിട്ടുള്ള ടഫായിട്ടുള്ള പോസിറ്റീവ് ആയിരിക്കാണ് അവളുടെ അമ്മ പഠിപ്പിച്ചിട്ടുള്ളത്. അവള് കാണുമ്പോ അദ്ദേഹത്തിന്റെ ഹോസ്പിറ്റൽ സ്റ്റേക്ക് ശേഷമാണ് ഹോക്കിങ്ങിനെ അവർ കാണുന്നത്. ലൈഫിനെ പറ്റി ഷ്യൂരിറ്റി ഒന്നും ഇല്ലാത്ത ഒരു സിറ്റുവേഷനിലൂടെ പോകുന്ന ഒരാളാണ്. പക്ഷെ അദ്ദേഹത്തിന് അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകാൻ അവള് അനുവദിച്ചില്ല. അദ്ദേഹത്തിന്റെ ഹെൽത്ത് പ്രോബ്ലംസ് അവൾ കെയർ ചെയ്യാൻ തുടങ്ങി. ഷീ സോ ആൻഡ് ലൈക്ക്ഡ് ഹിസ് സ്പിരിറ്റ്. അങ്ങനെ അവർ ഒന്നിച്ച് നിന്ന് ആ രോഗങ്ങളെല്ലാം മറികടന്നു. അദ്ദേഹത്തിന്റെ സ്പിരിറ്റ്, ആ ഒരു സ്പിരിറ്റിന് അവർക്ക് ഇഷ്ടമായി. ഹി ലൈക്ക്ഡ് ഹെർ ഹാപ്പി ഔട്ട്ലുക്ക് ആൻഡ് ദേ became ഫ്രണ്ട്സ്. അങ്ങനെ അവളുടെ ഹാപ്പി ഔട്ട്ലുക്ക് വെച്ചിട്ട് അവര് ലോകത്തേക്ക് മറികടന്ന് നല്ല ഫ്രണ്ട്സ് ആയി തീർന്നു. ടുഗദർ ദേ തോട്ട് ദേ കുഡ് അച്ചീവ് ഗ്രേറ്റ് തിങ്സ്. അങ്ങനെ അവർ വിചാരിച്ചു അവർ രണ്ടുപേരും ചേർന്ന് നിന്നാൽ അവർക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്നവരെ വിശ്വസിച്ചു. ഫോർ സ്റ്റീഫൻ ഡിഫറൻസ്. സ്റ്റീഫൻ അവരുടെ ലൈഫ് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കി. ഈ അപ്ഡേറ്റ് ഫോർ എ റിസർച്ച് ഫെലോഷിപ്പ്. അങ്ങനെ അദ്ദേഹം ഒരു റിസർച്ച് ഫെലോഷിപ്പിന് വേണ്ടിയിട്ട് കെഎസിൽ യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ ഒരു കോളേജിൽ അപ്ലൈ ചെയ്തു. 1965 അതായത് അദ്ദേഹത്തിന് 23 വയസ്സുള്ളപ്പോ അങ്ങനെ അദ്ദേഹത്തിന് ആ ഫെലോഷിപ്പ് കിട്ടി. പിന്നെ 1965 ജൂലൈ അദ്ദേഹം അവർക്ക് 3 മക്കളുണ്ടായി. ഇൻ ഫാക്ട് ഇറ്റ് വാസ് ജെയിൻ ഹു ഗേവ് ദ മോറൽ സപ്പോർട്ട് ടു ഹോപ്പ്. ഹോക്കിങ്ങിന് വേണ്ട എല്ലാ മോറൽ സപ്പോർട്ടും മെന്റൽ സപ്പോർട്ടും കൊടുത്തത് ജെയിൻ ആണ്. ടു ഓവർകം ഹിസ് അഡ്വേഴ്സിറ്റീസ് ആൻഡ് ഡു സംതിങ് ഗ്രേറ്റ് ഫോർ മാൻകൗണ്ട്. അദ്ദേഹത്തിന്റെ അഡ്വേഴ്സിറ്റി, അതായത് ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻസിനെ മറികടക്കാനും ഈ സമൂഹത്തിന് വേണ്ടി അല്ലെങ്കിൽ മനുഷ്യരാശിക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യാനും അദ്ദേഹം സപ്പോർട്ടും ആണ്. ജെയിനിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഇനി നമുക്ക് 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഈസ് സ്റ്റീഫൻ ഹോക്കിംഗ് റിയലി എ ഗ്രേറ്റ് മൈൻഡ് ഓൺ പാർട്ട് വിത്ത് ദ ലൈക്സ് ഓഫ് ഐൻസ്റ്റീൻ ആൻഡ് ന്യൂട്ടൺ? ജസ്റ്റിഫൈ യുവർ ആൻസർ. അതായത് നമ്മുടെ സ്റ്റീഫൻ ഹോക്കിങ്ങിന് ഐൻസ്റ്റീനും അതുപോലെ തന്നെ ന്യൂട്ടനെയും ഒക്കെ പോലെ ഗ്രേറ്റ് ആയിട്ടുള്ള മൈൻഡ് ഉണ്ടോ എന്നാണ് ഇവര് ചോദിക്കുന്നത്. അപ്പൊ നമ്മുടെ ഒപ്പീനിയൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇറ്റ്സ് ടു സൂൺ ടു സേ ഹൗ ഇമ്പോർട്ടൻറ്റ് സ്റ്റീഫൻ ഹോക്കിങ്സ് work is. It's too soon to say how important Stephen's work is. അതായത് നമുക്ക് പറയാവുന്നതിലും അപ്പുറമാണ് സ്റ്റീഫൻ ചെയ്തിട്ടുള്ളത്. ന്യൂട്ടൺ ആൻഡ് ഐൻസ്റ്റീൻ were true giants in science. സയൻസിലെ ജയൻസ് അല്ലെങ്കിൽ ജീനിയസ് ആയി തീർന്ന 2 പേരാണ് ന്യൂട്ടണും ഐൻസ്റ്റീനും. Hawking has said some interesting things about the universe and asked big questions. അങ്ങനെ ഹോക്കിങ്ങും അവരെ പോലെ തന്നെ യൂണിവേഴ്സിനെ പറ്റിയിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുകയും ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. നമ്മൾ കണ്ടിട്ടുണ്ട് വാട്ട് ഈസ് ദ യൂണിവേഴ്സ്, വേർ ഡസ് ഇറ്റ് കം, എവിടെ നിന്നാണ് വന്നത്, അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് യൂണിവേഴ്സിനെ പറ്റിയിട്ട് സ്റ്റീഫൻ ചോദിക്കുന്നത് നമുക്ക് കാണാവുന്നതാണ്. ബട്ട് ഹി ഹാസൻ ഫുള്ളി ആൻസേർഡ് ദം. പക്ഷെ അതിനൊന്നും മുഴുവനായ ഒരു ഉത്തരം കൊടുക്കാൻ അദ്ദേഹത്തിന് പറ്റുന്നില്ല. ആസ്കിങ് ക്വസ്റ്റ്യൻസ് ഈസ് ഈസി. ചോദ്യങ്ങൾ ചോദിക്കാൻ എളുപ്പമാണ്. ബട്ട് ഫൈൻഡിങ് ആൻസേഴ്സ് ഈസ് വാട്ട് റിയലി മാറ്റേഴ്സ്. പക്ഷെ ആ ചോദ്യത്തിനെല്ലാം ഉത്തരം കണ്ടെത്തുക എന്നുള്ളത് വളരെ റിസ്കി ടാസ്ക് ആണ്. സോ വി ക്യാൻ സേ യെറ്റ് ഇഫ് ഹോക്കിംഗ് ഈസ് എ ജീനിയസ് ലൈക്ക് ന്യൂട്ടൺ ആൻഡ് ഐൻസ്റ്റീൻ. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപക്ഷെ പറയാൻ പറ്റില്ല സ്റ്റീഫൻ ഹോക്കിംഗ് എന്നുള്ളത് ഐൻസ്റ്റീനെ പോലെയും അതുപോലെ തന്നെ ന്യൂട്ടനെ പോലെയും വലിയ ഒരു ജീനിയസ് ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഇനി നമുക്ക്
Hawking impressed famous scientists by asking bold and insightful questions. അപ്പൊ നമ്മൾ പറഞ്ഞു ഐൻസ്റ്റീനെ പോലെയും ന്യൂട്ടനെ പോലെയാണ് സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല എന്ന്. പക്ഷെ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള സയന്റിസ്റ്റ്സിനെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് നമ്മുടെ സ്റ്റീഫൻ ഹോക്കിംഗ് ഇംപ്രസ് ചെയ്തിട്ടുണ്ട്. ദിസ് ഏൺഡ് ഹിം എ റെപ്യൂട്ടേഷൻ ആസ് എ ജീനിയസ് ആൻഡ് എ കമ്പാരിസൺ ടു ഐൻസ്റ്റീൻ. അദ്ദേഹത്തിന്റെ ഈ കഴിവ് ഒരുപാട് പേര് ക്വസ്റ്റ്യൻസ് ചോദിച്ച് ഇംപ്രസ് ചെയ്യാൻ പറ്റി എന്നുള്ള ഈ കഴിവാണ് അദ്ദേഹത്തിന് ഒരു ജീനിയസ് എന്നുള്ള റെപ്യൂട്ടേഷനും അതുപോലെ തന്നെ അനദർ ഐൻസ്റ്റീൻ എന്ന് വിളിക്കാനും കാരണമായി തീർന്നത്. ഹൗഎവർ ഐ ആം നോട്ട് കൺവിൻസ്ഡ് ഹി ഈസ് ഓൺ ദി സെയിം ലെവൽ ആസ് ആൻഡ് ഐൻസ്റ്റീൻ. ഞാൻ ഒരിക്കലും പറയുന്നില്ല ഐൻസ്റ്റീന്റെയും ന്യൂട്ടന്റെയും സെയിം പൊസിഷനിൽ ഹോക്കിങ്ങിനെ എത്താൻ സാധിക്കുന്നു. ഐ മൈറ്റ് ബി പ്രൂവൺ റോങ് ഇൻ ദി ഫ്യൂച്ചർ ബട്ട് ഫോർ നൗ ദാറ്റ്സ് മൈ ഒപ്പീനിയൻ. ഫ്യൂച്ചറിലായിക്കോട്ടെ ഇപ്പോഴായിക്കോട്ടെ എന്റെ ഒപ്പീനിയൻ അതാണ്. നമുക്ക് ഐൻസ്റ്റീനും ന്യൂട്ടനും ഒപ്പം നിർത്താൻ അല്ലെങ്കിൽ അവരുടെ ഈക്വൽ സ്റ്റാറ്റസ് കൊടുക്കാൻ നമുക്ക് സാധിക്കില്ല സ്റ്റീഫൻ ഹോക്കിങ്ങിന്. അതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. നമുക്ക് 14-ാമത്തെയും 15-ാമത്തെ ക്വസ്റ്റ്യനും കൂടി നോക്കിയിട്ട് ഇന്നത്തെ സെക്ഷൻ വൈൻഡപ്പ് ചെയ്യാം. ബാക്കി ക്വസ്റ്റ്യൻസും ആക്ടിവിറ്റീസും അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമുക്ക് 14-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ലിസ്റ്റ് ദി ഇൻട്രസ്റ്റിംഗ് ഫാക്ട് ഡീൽ വിത്ത് ഇൻ ഹോക്കിങ്സ് ബുക്ക്. ഹോക്കിങ്ങിന്റെ ബുക്കിലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട്സ്, അദ്ദേഹത്തിന്റെ എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന് പറഞ്ഞുള്ള ബുക്കില് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട്സ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. വേർ ഡിഡ് ദ യൂണിവേഴ്സ് കം ഫ്രം? എവിടെ നിന്നാണ് ഈ യൂണിവേഴ്സ് വന്നിട്ടുള്ളത്? അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് പറയുന്നുണ്ട്. ഈസ് ഇറ്റ് ഇൻഫിനിറ്റ്? ഇത് ഇൻഫിനിറ്റ് ആണോ? അറ്റമില്ലാത്ത ഒന്നാണോ? ഡസ് ഇറ്റ് ഹാവ് എനി ബൗണ്ടറീസ്? അതോ ഇതിന് ബൗണ്ടറീസ് ഉണ്ടോ? വിൽ ഇറ്റ് കം ടു ആൻ എൻഡ്? ഇതിനൊരു അവസാനമുണ്ടോ? ഇഫ് സോ ഹൗ? അങ്ങനെ അവസാനം ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ്? എങ്ങനെയാണ് സംഭവിക്കുക? ഈസ് ദർ എ കംപ്ലീറ്റ് തിയറി ഫോർ എ യൂണിവേഴ്സ് ആൻഡ് എവറിത്തിങ് ഇൻ ഇറ്റ്? ഇവിടെ യൂണിവേഴ്സിനെ പറ്റിയിട്ടും യൂണിവേഴ്സിൽ ഉള്ള എല്ലാത്തിനെ പറ്റിയിട്ടും ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള തിയറി ഉണ്ടോ? അതായത് യൂണിവേഴ്സിനെ പറ്റിയിട്ടും യൂണിവേഴ്സിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടും ഒരു തിയറി, എല്ലാത്തിനെയും കുറിച്ചൊരു കംപ്ലീറ്റ് ആയിട്ടുള്ള തിയറി ഉണ്ടോ? ഈസ് ദർ എ ബിഗിനിങ് ഓഫ് ടൈം? സമയം തുടങ്ങിയതിന്റെ ബിഗിനിങ് നമുക്ക് പറയാൻ പറ്റുമോ? കുഡ് ടൈം റൺ ബാക്ക്? സമയം പുറകിലേക്ക് സഞ്ചരിക്കും. The book begins by recounting the great theories of the from Newton to Einstein. അദ്ദേഹത്തിന്റെ ഈ ബുക്ക് ഉണ്ടല്ലോ, എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം, അത് നമ്മുടെ ന്യൂട്ടനിൽ നിന്നും ന്യൂട്ടൻ ഐൻസ്റ്റീൻ എന്നവരുടെ ടൈം തൊട്ടുള്ള കോസ്മോളജി, യൂണിവേഴ്സിനെ പറ്റിയിട്ട് ഉള്ള കാര്യങ്ങൾ റീകൗണ്ട് ചെയ്തിട്ടാണ് തുടങ്ങുന്നത്. ഹിസ് പർപ്പസ് ഇൻ റൈറ്റിംഗ് ദ ബുക്ക് വാസ് ടു മേക്ക് സയൻസ് അണ്ടർസ്റ്റാൻഡബിൾ ടു നോൺ സയന്റിസ്റ്റേഴ്സ്. ഈ ബുക്ക് എഴുതുന്നതിലൂടെ അദ്ദേഹത്തിന്റെ പർപ്പസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, നോൺ സയന്റിസ്റ്റ്, അതായത് നോൺ സയന്റിസ്റ്റുകളല്ലാത്തവർക്ക് കൂടി സയൻസ് അണ്ടർസ്റ്റാൻഡബിൾ ആയി തീരണം എന്ന പർപ്പസോട് കൂടിയിട്ടാണ് അദ്ദേഹം ഈ പെർട്ടിക്കുലർ എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്നുള്ളത്. അത് നമ്മുടെ ഐൻസ്റ്റീന്റെയും ന്യൂട്ടന്റെയും കാലം തൊട്ടുള്ള കോസ്മോളജിയെ പറ്റിയിട്ടുള്ള സംഭവങ്ങളെല്ലാം റീകൗണ്ട് ചെയ്തിട്ടാണ് അദ്ദേഹം ഈ ബുക്ക് എഴുതുന്നത്. വാട്ട് കുഡ് വാട്ട് കുഡ് ഹാവ് ബീൻ ദ മിസ്ഗിവിങ്സ് ഓഫ് ജെയിൻ? ജെയിനിന്റെ മിസ്ഗിവിങ്സ് എന്തൊക്കെയാണ്? While in Switzerland, Hawking got very sick with pneumonia and had to use a life support machine. അപ്പോൾ ഒരുപാട് മിസ്ഗിവിങ്സ്, ഒരുപാട് മോശപ്പെട്ട തോട്ട്സ് ജെയിനിന്റെ മനസ്സിലോട്ട് ഇങ്ങനെ വന്നിരുന്നു. സ്വിറ്റ്സർലാൻഡിലോട്ട് പോയ ടൈമില്, ഹോക്കിങ് സ്വിറ്റ്സർലാൻഡിൽ പോയ ടൈമില് അദ്ദേഹം ന്യൂമോണിയ വന്നിട്ട് പെട്ടെന്ന് സിക്കായി, ഒട്ടും വയ്യാത്ത അവസ്ഥയിലായി. അങ്ങനെ ലൈഫ് സപ്പോർട്ടിംഗ് മെഷീനൊക്കെ ഉപയോഗിച്ച്, മെഷീൻസിന്റെ ഒക്കെ സഹായത്തോട് കൂടിയിട്ടാണ് അദ്ദേഹത്തിന്റെ ജീവൻ നിലനിർത്തിയത്. ഡോക്ടർ സജസ്റ്റഡ് എ സർജറി ദാറ്റ് വുഡ് സേവ് ഹിസ് ലൈഫ്. അങ്ങനെ ഡോക്ടേഴ്സ് പറഞ്ഞത് എന്താന്ന് വെച്ചാൽ ഒരു സർജറി നടത്താം, അത് ഒരുപക്ഷെ ഇദ്ദേഹത്തിന്റെ ലൈഫ് രക്ഷിച്ചേക്കാം. ബട്ട് ഹി വുഡ് നെവർ ബി ഏബിൾ ടു സ്പീക്ക് അഗെയിൻ. പക്ഷെ അദ്ദേഹത്തിന് ഇനി ഒരിക്കലും ആ സർജറി കഴിഞ്ഞു കഴിഞ്ഞാൽ സംസാരിക്കാൻ കഴിയില്ല.
His wife Jane was worried he might not survive the operation. പക്ഷെ ജെയിന്, അദ്ദേഹത്തിന്റെ വൈഫായിട്ടുള്ള ജെയിന് ചിന്തിച്ചത് എന്താന്ന് വെച്ചാല് ഒരുപക്ഷെ ഈ ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഹോക്കിങ് ഇനി ഒരിക്കലും തിരിച്ചു വരില്ല, അല്ലെങ്കിൽ ഇനി ജീവിതത്തിലോട്ട് തിരിച്ചു വരില്ല എന്ന് അവള് വിചാരിക്കുകയാണ്. സോ ഷീ സെഡ് ദ ഫ്യൂച്ചർ ലുക്ക്ഡ് വെരി അൺസർട്ടൺ. അതുകൊണ്ട് അവൾക്ക് ഇനി അങ്ങോട്ടുള്ള ഫ്യൂച്ചർ, അതായത് ഹോക്കിംഗ് ഇല്ലാണ്ടായ ഭയങ്കര അൺസർട്ടൺ ആയി പോകുന്ന അവൾക്ക് തോന്നുവാണ്. ഇഫ് ഹോക്കിംഗ് ഹാഡ് ദ സർജറി he would have to breathe through a hole in his throat instead of his mouth and nose. അഥവാ ഇനി ഹോക്കിങ്ങിന് സർജറി കഴിയുവാണെങ്കിൽ അദ്ദേഹത്തിന് ഇനി ഒരിക്കലും മൂക്കിലൂടെയും വായിലൂടെയും ശ്വസിക്കാൻ കഴിയില്ല. കഴുത്തില് പെർമനന്റ് ആയിട്ട് കൊടുത്തിട്ടുള്ള ഒരു ഹോളിലൂടെ മാത്രമായിരിക്കും അദ്ദേഹത്തിന് ശ്വസിക്കാൻ പറ്റുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇത്രയും പാർട്ട് നിങ്ങൾക്ക് വിചാരിക്കുന്നു. അപ്പൊ ഇനി ബാക്കി കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസും ആക്ടിവിറ്റീസും നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ടൈമിന്റെ ലിമിറ്റ് കൊണ്ടാണ് 15 വരെ നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ഫോർ എ തിയറി ഓഫ് എവറിത്തിങ്ങിന്റെ പാർട്ട് 4 കൂടെ ഉണ്ടാവും. ആ വീഡിയോയോട് കൂടി നമ്മൾ ഈ സെക്ഷൻ വൈൻഡപ്പ് ചെയ്യും. എന്നിട്ട് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കും. അത് കഴിഞ്ഞിട്ടായിരിക്കും ബാക്കിയുള്ള പാർട്ടൊക്കെ എടുക്കുന്നത്. അപ്പൊ ഓക്കെ, നമുക്ക് ഈ സെക്ഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം.